സിദ്ധിയേയു എന്താണ്? അമൃതസിദ്ധയോഗ. അതൊക്കെ ഇവിടെ അമൃതത്വം വന്നത് എങ്ങനെയാണ്? ഈ പറഞ്ഞ ആ വിഷ കലയെ ഇല്ലാകുമ്പോഴാണ് മനുഷ്യന് യഥാർത്ഥത്തിലുള്ള ബുദ്ധി, ശക്തി, തൻ്റെ ഇടം, പ്രജ്ഞ മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് തെളിഞ്ഞു വരുന്നത്. ഇപ്പോൾ ഗണപതിയുടെ സങ്കല്പത്തിൽ പറയില്ലേ, സിദ്ധി ബുദ്ധി എന്നാണ്. 2 ഭാര്യമാരുണ്ടെന്ന്. ഒരാൾ തിരുവേനി ഒരു ഗണപതി വിഗ്രഹത്തെക്കുറിച്ച് ഗവേഷണം നടത്തിയ ഒരാൾ എത്തിക്കഴിഞ്ഞത് നമ്മളാരും കാണാത്ത ഒരു ഇതിലെത്തിയിട്ടുണ്ട്. ഞാനതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ ഈ ഗണപതിയുടെ ബിംബം മലർത്തി വെച്ച് ഇതായിരിക്കണം. ഇങ്ങനെ മലർത്തി വെച്ച് കഴിഞ്ഞാൽ കൊമ്പ് അതിൻ്റെ തത്വത്തിലാണ്. ഒന്ന് സിദ്ധിയാണ്, ഒന്ന് ബുദ്ധിയാണ്. അപ്പോൾ ബുദ്ധി കൊണ്ട് ലഭിക്കുന്നതിനെ സിദ്ധിയാക്കി മാറ്റുന്ന വശമാനയ സ്വാഹ, താങ്കളിലുള്ള ഗുണത്തെ എന്നിലേക്ക് കൊണ്ടുവരുന്ന തത്വം എന്താണോ അത് ഗണപതിയാണ്. സാക്ഷാൽ സുകുമാർ അഴീക്കോട് പറഞ്ഞു, ഹരിശ്രീ ഗണപതയെ നമ. ഇതേ കവടി വെച്ച് കൂട്ടി 51 കിട്ടുക. ഹരി 28, ഹരി ശ്രീ 2 ഗണ്യൊക്കെ ഉണ്ട്. 51 അക്ഷരമാണ് ഈ ഹരിശ്രീ ഗണപതയെ എന്ന് പറഞ്ഞതേ. സുകുമാർ അഴീക്കോട് പറഞ്ഞിട്ടത് അദ്ദേഹത്തിന് അറിയാത്. അദ്ദേഹത്തിന് എഴുത്തിരുത്തിയോളാം. അത് വേറൊന്നുമല്ലതേ. അതാണ് എന്ത്? ആ അക്ഷരങ്ങളുടെ ഗണമാണ് എന്ത്? അതെല്ലാം കൂടിച്ചേർക്കുമ്പോഴുള്ള ഭൗതിക രൂപത്തെ നമ്മൾ എന്ത് പറയണോ? ഒറ്റക്കൊമ്പനായ അല്ലേ, ഉച്ഛിഷ്ട ഗണപതി, ഹരിദ്രാ ഗണപതി, ലക്ഷ്മി ഗണപതി അല്ലേ, ഏത് പരത്തിൽ പറഞ്ഞാലും സാധനം ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇത്തരം ആരാധനയുടെയും ഇത്തരം സങ്കല്പങ്ങളുടെയും പിന്നിലുള്ള തത്വം എന്താ പറയുക? അനാദിയാണ്. അത് നമുക്കാർക്കും വെള്ളം ചേർക്കാൻ പറ്റില്ല. ഒരാൾക്കും ഒന്നും ചെയ്യാനില്ല. നമ്മളെന്ത് ചെയ്യുക? ഈ ഗവേഷണം നടത്തിയ ആൾക്ക് കിട്ടിയ തെളിവ് ഇതാണ്. എന്ത്? ഇത് മലർത്തി അങ്ങോട്ട് വെച്ചാൽ തലച്ചോറാണ് അല്ലേ? വേറൊരു ദേവനും ഇങ്ങനെ ഇല്ലല്ലോ. നീ അയ്യപ്പനിലേക്ക് പോയാലോ? ചിന്മുദ്രയാണ്. ചിന്മുദ്ര എന്താണ്? പറയാൻ സമയമില്ല. നിങ്ങളെ ഈ ക്ഷേത്രത്തിലൊക്കെ വെച്ച് പ്രശ്നം വയ്ക്കുമ്പോൾ ഈ 3 ഇപ്പോൾ ഞങ്ങൾ 7, 8 ആളൊന്നും പോരാ. ശരിക്ക് അഹങ്കാരമാണ് ഇത്രത്. ഇൻഡെക്സ് ഫിംഗർ ഇത് പ്രകൃതിയാണ്. ഇപ്പം പ്രകൃതിയുടെ മുന്നിൽ അഹങ്കാരം താഴെയാണ്. അതാണ് ചിന്മുദ്രയും. ദക്ഷിണാമൂർത്തിക്കും അയ്യപ്പനും മാത്രമേ ഉള്ളൂ. ഇതിൽ ഏറ്റവും വലിയ കേമനായ ആൾ അവിടെ ചെല്ലുമ്പോൾ എന്താണ്? താഴെയുള്ള ആളെ കണ്ടാൽ എവിടെ നമ്മുടെ ഡ്രൈവർ സ്വാമി അല്ലേ, എവിടെ അല്ലേ, ഭാര്യയെ പോലും അല്ലേ മാളികപ്പുറന്ന് വിളിക്കുകയാണ്. അപ്പോൾ ആ അഹങ്കാരം കുറയുകയാണല്ലോ. മാല ഒരിയ പിന്നെ തന്നെയാണ്. അത് ആ പ്രത്യേക സന്ദർഭത്തിൽ മാത്രമേ ഉള്ളത് അല്ലേ? ദക്ഷിണാമൂർത്തി അഷ്ടകത്തിൽ കൃത്യമായിട്ട് പറയല്ലേ, യോ മുദ്രയാ, ഈ മുദ്ര ഒന്ന് മാത്രം മതി. സ്വാത്മാനം പ്രകടീകരോതു, അതാണ് തൻ്റെ ആത്മാവിനെ മറ്റൊരുടെ ആത്മാവുമായി സംയോജിപ്പിച്ച് അങ്ങയുടെ ആത്മശക്തിന് മുമ്പിൽ ഞാൻ വണങ്ങുക. ഉണ്ട്. ഇതിന് ഓരോന്നിനും ഓരോ ധർമാത്രയും. ഇങ്ങനെ നിന്നാൽ മുന്നിൽ ഇയാളാ ഉണ്ട് അല്ലേ? അങ്ങനെയല്ലേ? ഇത് ചെറിയ ആളാന്ന് ധരിക്കരുത്. മുന്നിലേക്ക് ഇങ്ങനെയല്ലേ? ഞാൻ നമ്മളെ എഴുതാൻ അങ്ങനെയാണ് അല്ലേ? കല്യാണമൊക്കെ നിശ്ചയിച്ചിട്ട് മോതിരം എന്തിലാ ഇടുക അല്ലേ? ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ കാരണം അല്ലല്ലേ മറ്റേ കാണിച്ചു കൊടുക്കുക. സ്വന്നണിന്തവൻ ഞാൻ ഇങ്ങനെ നിർത്തി ഏറ്റവും ഉയരം കൊണ്ട് ആരാ ഇയാളാണ് അല്ലേ? അല്ലേ? പിന്നെ എവിടേക്കെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വർത്തമാനത്തിൻ്റെ ഇടയിൽ ചാനൽ ചർച്ചയിലൊക്കെ ചില എങ്ങനെ കാണിക്കാൻ അതിൻ്റെ വിരല ഒതുക്കി വയ്ക്കുമെന്ന് പറയും. ഇങ്ങനെ കാണിക്കാൻ പാടില്ല. അഹങ്കാരമാണത്. പിന്നെ ഇതിവിടെ തുറന്നാൽ കിട്ടില്ല വിചാരിക്കുക. ഇതുകൊണ്ട് വലിക്കണം. എന്ത് വേണം? ഈ വിരൽ പിടിക്കണം. ഇതിൽ മറ്റേ സാമുദ്രിക ശാസ്ത്രത്തിൽ ഗ്രഹങ്ങളൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. അത് വേറെ കാര്യം. കരാഗ്രഹ വസത എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഭൗതിക ജീവിതത്തിൽ 5 വിരലുകൾക്ക് 5 ധർമ്മമുണ്ട്. അത് പഞ്ചഭൂതാത്മകമാണ് എന്നല്ല പറഞ്ഞ മാതിരി. അപ്പോൾ ആ പഞ്ചഭൂതാത്മകമായ ശരീരത്തിൽ ഈ 5 തരത്തിലുള്ളതായ ധർമ്മങ്ങൾ ഉൾക്കൊള്ളുന്ന എല്ലാ അവയവങ്ങളും, പഞ്ചേന്ദ്രിയം കണ്ടില്ലേ, മൂക്ക്, നല്ല നെയ്യ്, ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ചു. എന്ത് അസല സാധനം കൊണ്ടുവന്ന് വെച്ചു. മണമൊന്നും അറിയില്ല. എന്താ കാര്യം? ഇപ്പം എന്താ കോവിഡ് ഉണ്ടെന്ന് അങ്ങനെ അവന് മനസ്സിലായി? മണമില്ല, ഒന്നിനുമില്ല മണം. തിന്നാൻ തോന്നുമോ? മണമാണല്ലോ പ്രധാനം. രുചിയില്ല. അപ്പോൾ ഇവിടെ നമ്മളുടെ ഈ കലാംശം ഏത് രീതിയിൽ ഏത് ധർമ്മത്തെ നമ്മൾ നേൽപ്പത്തിൽ പറഞ്ഞു പുരുഷാർത്ഥാത്മകം, അർത്ഥം ധർമ്മം മോക്ഷം അഗ്രം. അപ്പോൾ ഈ പുരുഷങ്ങളിൽ ധർമാർത്ഥ കാമമോക്ഷങ്ങളിൽ
എന്താഗ്രഹിച്ചു വരുന്നവനും ഈ ദേവൻ സന്നദ്ധനാണെന്ന് പറയുകയാണ് കേട്ടോ. തിരുമേനി ഞങ്ങൾ ഇന്ന് രാവിലെ കണ്ട ഒരു പ്രധാന പോയിൻ്റ്, ഇവിടെ ഈ പിന്നെ കറുത്ത വാവിലെ നവമിയാണ് കണ്ടത്. ഇപ്പം കല കുറഞ്ഞിട്ടുണ്ട്. ഒന്ന് നമ്മൾ നവീകരണം വേണമെന്ന് നിശ്ചയിച്ചു. അത് കൂടാതെ ഈ ബലിയിടലിന് പ്രാധാന്യം, പിതൃതർപ്പണത്തിന് പ്രാധാന്യമുള്ള ഭൂപ്രദേശമായതുകൊണ്ട് ഇവിടെ ഇപ്പോൾ തിലഹോമം ചീട്ടാക്കലുണ്ട്. വർഷത്തിൽ ഒരു 4 തവണയെങ്കിലും ശരിക്ക് പിന്നെ ഒരു തിലഹോമം കലിയൊഴിച്ചൂട്ടോട് കൂടി വേണം. ശാന്തിക്കാരൻ ചെയ്യണം, അങ്ങനെ ചെയ്തോട്ടെ. അത് കുംഭമാസത്തിലെ വാവ്, വൈശാഖ വാവ്, കർക്കിടക വാവ്, തുലാമാവ്, ശരിയായ വിധിയാമണ്ണുള്ളൊരു തിലഹോമം. ആ ഗുരുരാച്ച ക്ഷേത്രപിണ്ഡം തിലഹോലും ബ്രാഹ്മണാനാഞ്ച ഭക്തി. അപ്പോൾ തിലഹോമം കഴിഞ്ഞ് കാലൊഴിച്ചൂട്ട് അത് ചെയ്യണം. അതുകൂടി ചെയ്താലേ ഈ ക്രിയ പൂർണ്ണമാവുള്ളൂ. അല്ലെങ്കിൽ തന്മൂലം വരുന്ന ഈ പൈതൃകമായ ദുരിതങ്ങൾ ഈ ദേവങ്കലിക്കൊന്നും വരില്ല, പക്ഷേ ഈ പ്രദേശത്ത് വരാനും തദ്വാര എന്തുണ്ടാവും, ഈ തനയവിഹഞ്ചാമയാദീനനർത്ഥാൻ തൽപ്രീത്യൈ പാർവണാദ്യം പിതൃഗണമനസപ്രീണനം ശ്രാദ്ധകർമ്മം എന്നാണ്. അപ്പോൾ അത് നിമിത്തം മനുഷ്യൻ്റെ ബുദ്ധി വൈകല്യങ്ങളുണ്ടാവാനും അത് നിമിത്തം അനർത്ഥങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ ചാർട്ടിൽ എഴുതും. വേറെ ഒരു ക്ഷേത്രത്തിലും എഴുതാത്ത ഒരു കാര്യം ഇതിൽ എഴുതുകയാണ്. എന്ത്? പിന്നെ ഇതിന് വരുന്ന ആളുകളുടെ ശുദ്ധിയുടെ കാര്യം പറഞ്ഞു. കുളി കഴിഞ്ഞ് പിണ്ടം വെച്ച് വീണ്ടും കുളിച്ച് മാത്രമേ ക്ഷേത്രത്തിലേക്ക് വരാൻ പാടുള്ളൂ. അപ്പം ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, മരിച്ച വീട്ടിലൊക്കെ പോകാൻ, പക്ഷേ കുളി കഴിഞ്ഞ് ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ ഇല്ലേ? അതൊക്കെ പാലിച്ചിട്ടില്ലല്ലോ അല്ലേ? അങ്ങനെ വരാൻ പാടുള്ളൂ. പിതൃപിണ്ടം അങ്ങനെയാണ്, പിതൃപിണ്ടം അങ്ങനെയാണ്. പിണ്ടം എൻ്റെ അച്ഛൻ്റെ പിണ്ടയ്ക്ക് ഒന്നുമില്ല എന്ന് പറയരുത്. കുളി കഴിഞ്ഞ് പിണ്ടം വെച്ച് വീണ്ടും ആ കർമ്മി പറയുന്ന രീതിയിൽ മുങ്ങി കുളിച്ച് ശുദ്ധമായിട്ട് മാത്രമാണ് എന്ത്. ചില അമ്പലങ്ങളിൽ എങ്ങനെ അകത്തേക്ക് വരും എന്ത്, എന്നിട്ടോ എന്ന് 13 ആയിട്ടുള്ളൂ അറിയും. അമ്പലത്തിനുള്ളിൽ ചെന്നിട്ട് ഷീട്ടാക്കലേ നൈമിത്തികം ഉണ്ടെന്ന്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതും കൂടി ഇവിടെ വേണ്ടി വരുന്ന അർത്ഥം. വേറെ ഒരു ചാർത്തും ഇല്ലാത്തൊരു കാര്യം ഞങ്ങൾ എഴുതാൻ പോവുക. ഒരു തിലഹോമം വാർഷികമായിട്ട് ഒന്നിന് പ്രാധാന്യം 4 തവണയേക്കാം. അല്ലെങ്കിൽ ഒന്ന് ഗേമായിട്ട് പറഞ്ഞാൽ തീയില്ലം 36 സഹസ്രമാണ് ശരിക്ക് പൂർണ്ണമാവും അല്ലേ? എങ്ങനെ തിലഹോമം ഒരു കൊല്ലത്തിലൊരിക്കൽ 36,000 ഒരു ഉപയോഗിച്ചാൽ ഇതൊക്കെ. അല്ലെങ്കിൽ 4 ഭാഗമായിട്ട് എങ്ങനെയാണെങ്കിൽ തന്ത്രിയുടെ നിശ്ചയപ്രകാരം 2 4 ചെയ്യണം കേട്ടോ. പിന്നെ അടുത്തെന്താ ശൈലിയ ദേശം വീട്ടിൽ വെച്ചിട്ടാണ് സ്വവായു വാമശരം ഉണ്ട്. അതിപ്പോ ചൊവ്വാഴ്ച ദിവസം വാമശരം നന്നായില്ലോ. ദക്ഷിണഗതോ നൃണാം അഭിഷ്ടസ്മൃത. പിന്നെ അതപ്പോ ആ ബിംബത്തിൽ വരുന്ന സ്നിഗ്ധതയുടെ കമ്മി ഉണ്ടെന്നാണ്. അല്ല, അത് ബിംബത്തില് ആ എണ്ണ ആടലൊന്നും ഇപ്പൊ ഇല്ല. അത് നമുക്ക് മാസത്തിലോ അല്ലെങ്കിൽ ആഴ്ചയിലോ ഒരിക്കലും വേണം, നിത്യതയിലാണ് വേണ്ടത്. ഇവിടെ ആടിയ എണ്ണ തീർത്ഥായിട്ട് കൊടുക്കാം. വപൂർവേദന എന്നല്ലേ? അല്ല, അതൊന്നല്ല നമ്മൾ പറഞ്ഞില്ല, കേടൊന്നും ഇല്ല എന്ന് പറഞ്ഞില്ല. ഇളകിയത് ശരിയാക്കണം. ഇളകിയത് ശരിയാക്കണം, അത് വെച്ചാൽ മതി. മാനവപൂർവേദന ശീതാംശോകലം. പിന്നെ പ്രദേശത്ത് അനവധി മരണങ്ങളുണ്ടായി. ഇനി അത്തരം മരണങ്ങൾ ഉണ്ടാവരുത്. കലഹ കുജസ്യ മരണല്ലേ? അപ്പോൾ അതായില്ലേ. പിന്നെ അപ്പോൾ വർഷത്തിലൊരിക്കൽ അപമൃത്തികളൊന്നും ഉണ്ടാവാതിരിക്കാൻ ദേവീ നിഷേവ ഗണനാഥ ഹോമ ഭാഗ്യ ഐകമത്യപ്പ് സൂക്തജാപാഹ ആപൽ നിവർത്തി. വർഷത്തിലൊരിക്കൽ കർക്കിടമാസത്തിലോ മറ്റോ ഒരു വേവന് പ്രത്യേക പൂജയോടുകൂടി ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, കാലപൂജയായിട്ടോ മറ്റോ എന്താ വെച്ചാൽ വിശേഷമായ ഭഗവത് സേവയൊക്കെ നടത്തുക. പറ്റുമെങ്കിൽ അതിനോട് ബന്ധപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ തിലഹോമം നടത്താം. ഇന്നായി 4 തവണ ഉള്ളത് നമുക്ക് ഒരൊറ്റ ദിവസമായിട്ട് ഈശ്വര സേവയായിട്ട് മാറ്റാം കേട്ടോ. ഈശ്വര സേവയായിട്ട് മാറ്റാൻ പറ്റും. അത് ചെയ്യണം. പ്രതിഷ്ഠാദിനത്തിൽ ചെയ്യുന്നതായ കർമ്മങ്ങൾ അങ്ങനെ ചെയ്യണം. ഈ ഉത്സവാദികളോ ഒന്നും ഇല്ലാത്തതിൻ്റെ പേരിലേ അപ്പോൾ അങ്ങോട്ട് ചോദിച്ചിട്ട് ഉറപ്പിക്കാമെന്ന് ചോദിച്ചു. വർഷത്തിലൊരിക്കൽ ഒരു ഉദയാസ്തമനം നടത്താം അപ്പോൾ ഉത്സവബലി മറ്റു കാര്യങ്ങളോ ശ്രീഭൂതബലി ഒക്കെ നടത്താം. ഉത്സവബലി ശ്രീഭൂതബലി നടത്താം. ഒരു മറ്റത് അവർ പുറത്ത് ഈ കാവടിയാട്ടമൊക്കെ ഉത്സവമെന്ന് ധരിച്ചിരിക്കുക. അവർ കാവടിയാട്ടം കരകാട്ടമൊക്കെ പുറത്ത്, അകത്ത് ദേവങ്കിൽ ഒരു ശ്രീഭൂതബലി നടത്തുന്ന രൂപത്തിൽ വലിക്കല്ല് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. വലിക്കല്ലിൻ്റെ വിഷയമൊന്നുമില്ല. അത് തന്ത്രിയായിട്ട് നിശ്ചയിച്ച് വേണ്ട, വലിവട്ടമില്ലല്ലോ. അപ്പോൾ ഒരു ശ്രീഭൂതബലി ഇതിൽ വരുമല്ലോ, ഒരു ഉദയാസ്തമനം ഒരെണ്ണം നിങ്ങൾ കാണിച്ചു കൊടുക്കുക, ദേവനെ ചെയ്യിക്കുക. പിന്നെ ഭക്തന്മാർക്ക് ആർക്കെങ്കിലും ഉദയാസ്തമനം വേണമെന്നുണ്ടെങ്കിൽ തന്ത്രിയായിട്ട് ബന്ധപ്പെട്ട് തന്ത്രിക്കും അവർക്കും നിശ്ചയമുള്ള
അത് ഒന്നുകിൽ പ്രതിഷ്ഠാദിനോടനുബന്ധമായിട്ട്, അല്ലെങ്കിൽ ശിവരാത്രി ഒന്നും നടക്കില്ല, ഉറപ്പാണ്. അത് വേണ്ട. ശിവരാത്രി വന്ന അഭിഷേകങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നോട്ടെ. തിരുവാതിരക്കാലത്ത് വേണമെങ്കിൽ നോക്കാം, ഉത്തരായനം തുടങ്ങുന്നതിൻ്റെ മുമ്പേണ്. തിരുവാതിര, ആതിരാദർശനം മുതൽ ആ സമയത്ത് വേണമെങ്കിൽ ചെയ്യാം. അതൊക്കെ ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ അതൊക്കെയാണ്. അതെ, ആ സമയത്താവും നല്ലത്. അപ്പോൾ ഒരു അത് ആ ഉദയാസ്തമനം ആരുടെ പേരിലാണ്, ആരുടെ ആയിരിക്കണം? ദേവന്റെ വക, നാട്ടുകാരുടെ വകയാണ്. പിന്നെ അല്ല, സാജി കാശ് കൊണ്ട് സാധിക്കില്ലേ? ദേവ ഉദയാസ്തമന പൂജയ്ക്ക് നിശ്ചയിച്ചു മുപ്പര അവിടെ മറ്റോടത്ത് പോയി കിടക്കച്ച എന്താ ചെയ്യുക? യോഗം വേണ്ടേ, ഭാഗ്യം വേണ്ടേ, എല്ലാം കൂടി കൂടണ്ടേ? അപ്പോൾ അതിന് പ്രാർത്ഥിച്ചു വെച്ചാൽ മതി. പ്രാർത്ഥിച്ചു വെക്കൂ, പ്രാർത്ഥിച്ചു വെക്കൂ. മൃത്യുഞ്ജയനല്ലേ ഇവിടെ. ആ സമയത്ത് പുന്നശ്ശേരി തമ്പിയുടെ 32 നീട്ടിക്കൊടുത്തില്ലേ, മാർക്കാണ്ഡേയൻ്റെ 16 നീട്ടിക്കൊടുത്തില്ലേ അല്ലേ? നരിപ്പറ്റ പട്ടേരിക്ക് ഇത് കഴിഞ്ഞ് ഈ ആത്തേമാർ മരിച്ച് 3 മാസം കഴിഞ്ഞിട്ട് എത്ര പിന്നെ ഈ പട്ടേരി മരിച്ചുള്ളൂ. അതുമല്ല, നമ്മുടെ നാട്ടിലാണല്ലോ അഗ്നിഹോത്രിയുടെ ഇല്ലം. അഗ്നിഹോത്രിയുടെ ഇല്ലത്ത് പാക്കനാരെ ഇടയ്ക്കിടയ്ക്ക് ചെല്ലുമ്പോൾ തമ്പുരാട്ടി ഓരോ കുടം പാല്, ഓരോ കിണ്ടി പാല് കൊടുക്കുന്നു. അങ്ങനെ കുറേ പാല് കൊടുത്തു. ഒരു ദിവസം ദേശാടനം പോകുമ്പോൾ അവിടെ പോയിട്ട് തമ്പുരാട്ടിയെ കാണും, ഏട്ടൻ്റെ ഭാര്യയെ പോയി കാണും. പൂവാണ് അടിയാൻ കുറച്ച് കാലം കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞു എന്നാണ്. എവിടേക്കാണ് പോകണത് പാക്കനാരെ? എന്തെങ്കിലും ഒരു കാര്യത്തിന് പറയാൻ താനല്ലേ ഉള്ളൂ, എപ്പോൾ തമ്പുരാട്ടി പിടിച്ചാലേ അടിയമ്പെടുത്തും എന്ന് പറഞ്ഞതാണ്. അങ്ങനെ കുറച്ച് കാലം, ഒരു ദിവസം പോകുമ്പോൾ പറഞ്ഞു, ഇനി ഇവിടെ എന്തെങ്കിലും ഇല്ലത്ത് വല്ല അനർത്ഥം ഉണ്ടായി ഒന്ന് അടിയനെ അറിയിക്കണം കേട്ടോ. എങ്ങനെ അറിയിക്കും? മനസ്സിൽ വിചാരിച്ചാൽ ഇടിയമ്പെടുത്തിക്കൊള്ളാന്നാണ് ഇതിൽ. അങ്ങനെ ആ ഇല്ലത്തൊരു ഉണ്ണി മരിച്ചു എന്നാണ്, പാമ്പ് കടിച്ച് മരിച്ചു എന്നാണ്. അപ്പോൾ ആ സമയത്ത് ഈ തമ്പുരാട്ടി മനസ്സിൽ അദ്ദേഹത്തിനെ പ്രാർത്ഥിച്ചു എന്നാണ്. അദ്ദേഹം സിദ്ധനാണല്ലോ. എന്ത് പാക്കനാർ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു പോയി, എവിടുന്നാ വിളിക്കാന്ന് പറഞ്ഞപ്പോൾ പാടത്തിൻ്റെ അക്കരയെന്ന് വിളി കേട്ടു എന്നാണ്. അപ്പോഴേക്കും ആൾക്കാരൊക്കെ മാറി നിന്നിട്ട് ഈ പടിപ്പരയിൽ നിന്ന് കുറേ നേരം അദ്ദേഹം ധ്യാനിച്ചു നിന്നു. എന്നിട്ടൊരു ശ്ലോകം ചൊല്ലിത്ര, എന്താണ്? മനന്തളിന്തു തന്തപാൽ കുടിത്തകത്ത് വിട്ടിനെന്നാണ് ഈ തമ്പുരാട്ടി. അതിൻ്റെ മുൻപ് പൂർവാർത്ഥം കുറച്ചുണ്ട്. മുറിത്തലേനിട്ട നൂൽ 30 മുറിഞ്ഞതേ. മുറിത്തലേന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് തമ്പുരാൻകുട്ടിക്ക് കൊടുത്ത ആയസ് 30 കഴിഞ്ഞു. പറക്കുലേനിട്ട നൂലൊരു 80 എന്നാണ്. പറക്കുലേനായ ഞാൻ അത് 80 മാറ്റുകയാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. കുറേ നേരം അങ്ങനെ ഇരുന്നു. പാക്കനാരല്ലേ വന്നു, അമ്പുരാരൊക്കെ മാറിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കണ്ണു തിരുമ്പിയതാണ്. അപ്പോൾ ആ സിദ്ധിയാണത്. അഗ്നിഹോത്രിയിലൂടെ, വരരുചിയിൽ നിന്ന് അഗ്നിഹോത്രിയിലൂടെ ആ പന്തീരകുലത്തിലേക്ക് പ്രവഹിച്ച ഒരു അഗ്നി ഉണ്ടല്ലോ, ആ അഗ്നിയാണ് ഇത് കൊടുത്തത്, അല്ല പാക്കനാരെന്നുള്ള സമുദായ വ്യക്തിയല്ല. അപ്പോൾ നമ്മളൊരു പ്രാർത്ഥന ചെയ്യുക, അതാണ് പ്രാർത്ഥനയുടെ തത്വം. ഒരു പ്രാർത്ഥന ചെയ്ത് കഴിഞ്ഞാൽ അവിടേക്ക് നമ്മൾ എത്തിക്കുക, ആ പോയിന്റിലേക്ക് എത്തിക്കാനാണ് പ്രാർത്ഥന. അല്ലാതെ 12 കോടി അടിച്ചാൽ എനിക്ക് 2 കോടി കൊടുക്കാമെന്ന് പറഞ്ഞാൽ അല്ല പ്രാർത്ഥന. നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് ഉള്ള പ്രയാണത്തിനെ സുഗമമാക്കാനുള്ള വഴിയാണെന്ത്? വഴിപാടുകൾ. മാധവിജിയുടെ ബുക്കിൽ കൃത്യമായിട്ട് വഴിപാട് എന്താണെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നാളികേരം ഉടക്കൽ എന്താ? മനസ്സിൻ്റെ കോംപ്ലിക്കേറ്റഡ് മൈൻഡിന് ആ ബിഗ് എക്സ്പ്ലോഷൻ, പ്രപഞ്ചം ഉണ്ടായത് എങ്ങനെയെന്ന് ഇതുവരെ ആരും കണ്ടുപിടിച്ചില്ല. പക്ഷെ ഒരു പൊട്ടിത്തെറിയതാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിനുള്ളിലെ സകല സങ്കീർണതകളെയും തീർക്കണമെന്നാണ് നാളികേരം ചെത്തി വൃത്തിയാക്കി പ്രതീകമായിട്ട് മനസ്സിൽ വെച്ച് ധ്യാനിച്ച് ചിലർ തല ഒഴിയും, ചിലർ തെങ്ങത്ത് വയ്ക്കും, കൊടുത്ത് ഭഗവതിരെ മുന്നിൽ അല്ലേ സമർപ്പിക്കുകയാണത്. അത് നോക്കി ബലം പറയൽ വേറെ കേസാട്ടോ, അത് അതും മന്ത്രവാദമാണ്. മന്ത്രവാദികൾക്കുണ്ട്. മന്ത്രവാദികൾ ശരിക്കും പൂജ ചെയ്തിട്ട് മുട്ടർത്തിട്ട് ഫലം പറയാറുണ്ട്. അത് ഈ മുറി ഇങ്ങനെയാണെങ്കിൽ ആ മുറി ഇങ്ങനെ പറയും, കണ്ണു കൂടെ പൊളിഞ്ഞാൽ വേറെ ഫലം പറയും, അത് വേറെ കാര്യം. ക്ഷേത്ര സംസ്കാരത്തിൽ അതില്ല. പക്ഷെ സമർപ്പണം ചെയ്യാം, പുറത്ത് നാളികേരം. അപ്പോൾ അത് ഇവിടെ അങ്ങനെ ഇല്ലാന്ന് കണ്ടിട്ടുണ്ട്, ഇവിടെ പുറത്താവാം. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ പ്രായശ്ചിത്തങ്ങളായിട്ട് പറയുന്നത് ഈ ദേവന് ചെയ്യണം, അല്ലാതെ അത് വേറൊരു അമ്പലത്തിൽ കൊണ്ടു കൊടുക്കാനോ അല്ലെങ്കിൽ അയാളുടെ വീട്ടിലേക്ക് പിന്നെ പൈസ കൊണ്ട് വരാനോ അല്ല. ഈ ദേവെങ്കിൽ 41 ദിവസം അഭിഷേകം, 41 ദിവസം അർച്ചന, 41 ദിവസം നെയ്വിളക്ക്, അങ്ങനെയുള്ള വഴിപാടുകളാണെങ്കിൽ ക്ഷേത്രാഭിവൃദ്ധിയും വരും. അല്ലാതെ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ ഈ കളി നടത്തരുത്. പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ഈ കലയെ നമ്മൾ പൂർണ്ണമായ രീതിയിൽ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യല്ല, യൂട്ടിലൈസ് ചെയ്യാണ്. ഏതൊക്കെ രീതിയിൽ ഭഗവാനെ ഭജിക്കാം, അതാണ് നമ്മളെ തത്വം. അതിലേക്കുള്ള പ്രാഥമികമായ നടപടിക്രമങ്ങളുടെ രൂപരേഖയാണ് ഈ പ്രശ്നത്തിൽ വരാൻ പോകുന്നത്. അതാണ് തന്ത്രി മുഖാന്തരം. ഇപ്പം ഇന്നലെ അധികം തിരുമേനിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒന്ന് ഉച്ചയോടുകൂടി ഒന്ന് വരണം എന്ന് ഞങ്ങൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതാണ്. നിങ്ങൾ മാത്രം മനസ്സിലാക്കിയിട്ട് കാര്യമില്ല, തിരുമേനിയുടെ സംവിധാനവും അതിന് ശരിയാവണം. അപ്പോൾ നമുക്കൊരു ഉദയാസ്തമന പൂജ വർഷത്തിലൊരിക്കലും, അത് എന്ന് വേണമെന്ന് ഉത്തരായനത്തിൽ വേണ്ട, ശിവരാത്രിക്ക് നടക്കില്ല, ഉറപ്പാണ്. തിരുവാതിരക്കാലത്താവാം. രുദ്രാഭിഷേകം
അത് പിന്നെ വേനൽക്കാലത്തൊക്കെ അതിന് വിരോധമൊന്നുമില്ല. ഏകാദശി അല്ല, അതൊക്കെ പൗഷ്ടിക ക്രിയകളാണ്. അല്ല, ഭക്തജനങ്ങളുടെ സമ്പർക്കം ഉണ്ടായി കഴിഞ്ഞാലേ അപ്പൊ സമ്പർക്കം വേണേ. സമ്പർക്കം ഇല്ലെങ്കിൽ അതിനൊന്നും ശക്തി അത്ര കൂടില്ല. ഇപ്പൊ ഒരാൾ ഭജിച്ചോണ്ട് കാര്യമില്ല. ഭ്രഷ്ടുസ്പർശനം ആശ്രിതക്ഷ ഹരിത്തവും പ്രശ്നാക്ഷരാണി. ഇവിടെ ഈ കിഴക്ക് ഭാഗത്ത് മലയുടെ മുകളിൽ ഒരു കൂർമ്പങ്കല്ലുണ്ട് ഇത്ര. അതിവിടെ ദേവന്റെ ഭൂതഗണായ ഭൃംഗീരടി എന്നാണ് ഇപ്പോൾ ഞങ്ങളുടെ ചർച്ചയിൽ വന്നത്. അവിടെ പണ്ടൊക്കെ ആൾക്കാർ പോയി വിളക്ക് വയ്ക്കും പോവുക ചേർന്ന്. ഇപ്പോൾ അവിടെ ഫോറസ്റ്റ് പ്രൊട്ടക്റ്റഡ് ഏരിയയാണ്. അത് സംരക്ഷിക്കണം. നമ്മുടെ കലശത്തിൻ്റെ സോവനീറിൽ ആ ശിവഭൂതത്തിൻ്റെ ചിത്രം കൂടിയും വരണം എന്ന് ഞാൻ അജിത്തിനോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പറ്റുകയാണെങ്കിൽ ഒരു ഗിരിവലം പോലെ തന്നെ ഫോട്ടോ അയച്ചിട്ടുണ്ട്. ഇതാണ് അതിന്റെ മുകളിലത്തെ കുളം. നല്ല പ്രകൃതി രമണീയം തന്നെയാണ് കേട്ടോ ആ കല്ല്. ഇതിലും മേലെ ഇങ്ങനെ കുറുമ്പങ്കല്ല് കേമായിട്ടുള്ള സ്ഥലം. എനിക്ക് ആ ശിവലിംഗാകൃതി തന്നെയാണ്, ആ ശിവഭൂതം തന്നെയാണത്. നമ്മുടെ സർവോദയ സ്കൂളിന്റെ ബാക്കിലാണ്. പണ്ട് നമ്മളൊക്കെ കളിച്ചിരുന്ന സ്ഥലമാണ് ചെറുപ്പത്തിലൊക്കെ. ഈ സ്കൂളിൽ പഠിക്കുമ്പോ സ്കൂൾ അതിന്റെ അപ്പുറത്തല്ലേ. പക്ഷെ പിന്നീട് ഇത് അപ്പൊ നിങ്ങളെ ഈ അക്ഷരം ഈ പ്രശ്നം എന്തക്ഷരം കൊണ്ട് അവിടെ പറഞ്ഞു എന്നാണ് അന്നത്തെ ദിവസം. എത്ര അക്ഷരം ഉണ്ട്? നിങ്ങൾ പറഞ്ഞ വാക്കാണ് ഈ വായിക്കാൻ പറഞ്ഞ വാക്കാട്ടോ. ഞങ്ങൾ മുണ്ടത്തിക്കോട് കോടശ്ശേരി ശിവപാർവതി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠയും നവീകരണ കലോത്സവവുമായി ബന്ധപ്പെട്ട കാര്യത്തിനാണ്. അതാണ് വന്നു പറഞ്ഞ വാക്ക്. പറഞ്ഞ അക്ഷരങ്ങളെ എത്ര അക്ഷരം? 40 അക്ഷരമാണ്. പഞ്ചഘനെ അഷ്ടവിഭാഗം 5 കൊണ്ട് ഗുണിച്ച് 8 ഹരിക്ക് 5 കൊണ്ട് ഗുണിച്ചാൽ 200 8 ഹരിച്ചാൽ ശിഷ്ടമൊന്നും വരില്ല. അപ്പോൾ അവസാനത്തെ 8 ശിഷ്ടമായിട്ട് എടുക്കല്ലേ. അപ്പോൾ ഇന്ദ്ര അഗ്നി പിതൃപതി ഗീതേജ ഭാരത ഗീതേത നൃത്തകർണേജ ഭാരതേന ഉമേശ ഗീതം നൃത്തകരണം ഭാരതം എന്ന് പറഞ്ഞാൽ പാരായണങ്ങൾ. അതുകൊണ്ട് വേദാധ്യയനം. ഇപ്പോൾ വേദമന്ത്രങ്ങളുടെ യജനം. അപ്പോൾ നമ്മൾ ഈ രുദ്രാഭിഷേകമൊക്കെ ഇപ്പോൾ അത് വേദമാണല്ലോ, വേദത്തിൽപ്പെട്ടാണല്ലോ. പിന്നെ സാധിക്കുകയാണെങ്കിൽ കലശത്തിൻ്റെ ഭാഗമായിട്ട് ഒരു മുറ ജപം, അഭിഷേകമൊന്നും വേണ്ട, ഒരു മുറ ജപിക്കുക എന്നുള്ള രീതിയിൽ. ഇനി അത് മുഖത്തിൻ്റെ ഒരു കുറച്ച് ഭാഗങ്ങളിലും പ്രശസ്ത ഭാഗങ്ങളെങ്കിലും ജപിച്ച് ആ നെയ്യ് ഇവിടെ ഉപസ്തരിക്കാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ ദുരിതങ്ങളും തീരും. ഒരു മുറജപം, ഒരു ആവർത്തി മുറജപം എഴുതാം. കലശത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യാം. മറ്റേ അഭിഷേകം ഉള്ള വർഷത്തിലൊരിക്കലായിക്കോട്ടെ. പിന്നെ അതേപോലെ തന്നെ ഈ കൈരാത കലയുടെ ഒരു ബന്ധം ഈ ഇല്ലവുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയുകയാണെങ്കിൽ വർഷത്തിലൊരിക്കൽ ഏതെങ്കിലും വിശേഷ സമയത്ത് ഈ ഒരു വേട്ടേക്കരം പാട്ട്, ഒരു കളം വേട്ടേക്കരനും ഒരു കളം ഭഗവതിക്കും നടത്തി കഴിഞ്ഞാൽ ആ പ്രാചീന കാലത്ത് ഈ ദേവനെ ഉപാസിച്ചിരുന്നതായ ആ സ്വഭാവം, അതിൻ്റെ ആ സംതൃപ്തി ഭഗവാന് വരും. അതെ അതെ. ഗീതേന ഗീതം പാട്ട് പഠിക്കുക. നൃത്തകരണേന അത് നൃത്തമാതിരാണല്ലോ വരിക. അല്ല ശിവനാഥ നൃത്തമുള്ളത് അത് വേട്ടക്കാരൻ പാട്ടിൽ മാത്രമേ ഉള്ളൂ. ഭാരതേന നാരായണങ്ങൾ. ഇപ്പം നമ്മളെ സപ്താഹത്തിലെ വേദം വേദമൂർത്തിയാണല്ലോ. ഉമേശ ശിവന്, ഉമയുടെ ഈശ്വരൻ. ഇതൊക്കെ ഒരു കൊല്ലത്തിലൊരിക്കലേ അത് നമുക്ക് ഒരു കാര്യം ചെയ്താൽ മതി. ഇതൊക്കെ കഴിഞ്ഞ് ശിവരാത്രിക്ക് കഴിഞ്ഞ് ഉള്ള സമയത്തോ അല്ലെങ്കിൽ ഈ തിരുവാതിരയുടെയും ശിവരാത്രിക്കും ഇടയിലുള്ള സമയത്തോ ഈ പ്രാദേശികമായ ഉത്സവങ്ങളൊന്നും ഇല്ലാത്തൊരു സമയം നോക്കി മണ്ഡലക്കാലത്തോ ഒരു കളം പാട്ട്, അത് ഒന്ന് വേട്ടേക്കരനോ ഒന്ന് ഭഗവതിക്ക് ആയാൽ വിശേഷമായി. ഇപ്പോൾ ശിവനും പാർവതിയായില്ലേ. പിന്നെ ഏകതാജേകത സാധ്യോ അസാധ്യേ വൈകളെ 39 ഒന്നല്ലേ ഗതസാധ്യം സാധ്യം ഒന്നാം ശിഷ്ടം വരിക. അപ്പോൾ പെട്ടെന്ന് നടക്കുന്നില്ല കാര്യങ്ങൾ. പറഞ്ഞ അക്ഷരങ്ങളെ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം 39 കഴിഞ്ഞാൽ 1 വരും. 2 വന്നാൽ 3 വന്നാൽ ദുശ്ശമാനാണ്, അസാധ്യ. 2 വന്നാൽ അസാധ്യമാണെന്നും 1 വന്നാൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നുള്ളതാണ്. അപ്പോൾ 2 കാര്യങ്ങൾ, ഒന്ന് നിങ്ങൾ ഈ ഉദ്ദേശിച്ച കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുന്നു. മറ്റൊരു കാര്യം, ഇവിടെ ദേവനെ കണ്ട് പ്രാർത്ഥിച്ചാൽ കാര്യങ്ങൾ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അത് വേഗം നടക്കുന്നുള്ളതാണ്. സർവഗുരു
അതാണ് പ്രഖ്യാത കീർത്തി ശ്രീയ എന്നുള്ളതാണ്. ഐശ്വര്യം, മഹാലക്ഷ്മി പ്രീതി ഉണ്ടാവുന്നു, പണം ധാരാളം വരും. നിങ്ങളുടെ കാര്യങ്ങൾ നടത്തി തുടങ്ങിക്കഴിഞ്ഞാൽ പണത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നായില്ലോ. ക്ഷമയാണ്, ഭൂമിയാണ്. അപ്പോൾ സ്ഥലം ഭൂമിയും കിട്ടാൻ സാധ്യതയുണ്ട്. എന്നുള്ളൊരു യോഗം കൂടി അക്ഷരത്തിൽ പറയുന്നു. കിട്ടും പൈസ കൊടുക്കാതെ കിട്ടുന്നതിന് കിട്ടട്ടെ, ദൈവം മേടിച്ചു തരട്ടെ. അപ്പുറത്തേക്കുള്ള സ്ഥലമൊക്കെ ഞങ്ങൾ ചോദിച്ച് കച്ചവടാക്കി, അത് ചെറിയ മിസ്സായി പോയി. അതൊക്കെ മറ്റേ കലശം കഴിയട്ടെ, അതൊക്കെ നടക്കും. പിന്നെ ദോഷങ്ങളൊന്നും കണ്ടില്ല. ആൾക്കാർ വന്നതിൽ എത്ര ആൾക്കാർ? 5 ആൾക്കാർ, 6 ആൾക്കാരാണ്. 6 ആൾക്കാരല്ലേ? ഭാവാദിവിന് 6 അംശങ്ങൾ. 11ാം ഭാവാദിനായിട്ടുള്ള ശുക്രന് 5 6 ഉണ്ടാവും. ആനന്ദകൃഷ്ണൻ, ഹരിദാസൻ, സുബ്രഹ്മണ്യൻ, എത്രയാളായി? അജിത് 5 അല്ലേ? 5. ആ പഞ്ചമുഖനാണോ? സദ്യോജാതൻ, വാമദേവം, അഘോരം എന്നൊക്കെ പറയില്ലേ? അപ്പൊ ശിവന്റെ പൂർണ്ണ ഭാവങ്ങൾ ഇവിടെ ഉണ്ട്. എന്താ അത്? അംശം നോക്കിയാൽ പറയാൻ ആയിക്കോട്ടെ. അപ്പൊ അതായാലോ ഒരു ശിവക്ഷേത്രത്തിലുള്ള എല്ലാ ആചാരങ്ങളും ഇവിടെ നടത്താൻ ദൃഷ്ടി ഉണ്ടെങ്കിലും ഒരു ഭാവത്തിൽ ഒളിയാൻ നിൽക്കുന്നുണ്ട്. ദൈവന്റെ യോഗമുണ്ട്, ദൃഷ്ടി ഉണ്ട്. ദേവന്റെ ഈ വരാന്ന് വെച്ച ആൾക്കാരും വല്ല അസുഖം എന്തെങ്കിലും ഉണ്ടായോ? ഇല്ല, നമ്മള് എല്ലാരോടും പറഞ്ഞു. അല്ല, നിങ്ങൾ അങ്ങോട്ട് കൂടാന്ന് വെച്ച ആൾക്കാർ അതന്നെ എല്ലാരോടും പറഞ്ഞു. 5 ആള് വരുന്ന ആൾക്കാർ കാലത്ത് വരാൻ പറഞ്ഞു. വന്ന ആൾക്കാരായിട്ട് പോകുന്നു. ആയിക്കോട്ടെ. എല്ലാവർക്കും അസുഖമൊന്നും ഉണ്ടായില്ല. ഇല്ല. ശിവേഷു ദുഷ്ടശകുനം സൗമ്യേഷു അന്ന് ചിങ്ങൻ രാശിയാണ്. അതിന്റെ 7 ശനി ഉണ്ടല്ലോ. ഇവിടുന്ന് അങ്ങോട്ട് വരുമ്പോഴേ ഈ എന്താ കണ്ടുണ്ടാവുക? ദീനസ്തേഷ ശിവേഷു ദുഷ്ടശകുനം ക്ഷേത്ര ബലവാനായിട്ടുള്ള ശനിയാണ്. അപ്പോഴോ ചതുരംഗ്രി ചതുരംഗ്രി വിശേഷപ്പെട്ട എന്തെങ്കിലും സാധനത്തിന് കാണുന്നുണ്ടോ ഇവിടുന്നാണ് പുറപ്പെടുമ്പോൾ? അന്ന് ഇവിടുന്ന് പോരുമ്പോഴേ സാധാരണ ഇല്ലാത്ത എന്തെങ്കിലും കണ്ടുക? കച്ചവടക്കാരനെ കണ്ടോ? അല്ല, അത് അജിത്ത് ഇവിടുന്ന് ഇറങ്ങണ സമയത്തേ അല്ലല്ല, ഇവിടുന്ന് അമ്പലത്തിൽ ഇറങ്ങിയോ? ഇവിടുന്ന് ഇറങ്ങി എല്ലാരും കൂടി ഇറങ്ങി. അപ്പൊ എന്താന്ന് കണ്ടത് ഓർമ്മ ഉണ്ടാ? നല്ലതാന്നല്ലേ പറഞ്ഞത്? മത്സ്യോകടീന്ദ്ര വിതരം എന്ന് ആ മത്സ്യമൊക്കെ തന്നാണ്. അപ്പൊ അത് വരാൻ പോകുന്ന കാര്യങ്ങളുടെ തുടക്കം നന്നാവുന്നതാണ്, നല്ല ലക്ഷണമായിട്ടാണ് പറയുന്നത്. മത്സ്യവും കടി മീനരാശിയാണ്. ഇത് കാണുന്നത് നല്ലതല്ലേ? ശേഷാഹ സ്വനാമ സദൃശാഹ. ഇന്നത് മാത്രം വെള്ളത്തിൽ തുടങ്ങല്ലേ, വെള്ളം കലശാണല്ലോ. ഒരു നവീകരണ കലശത്തിന് സമയമായി. അത് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ നടന്ന് മഹാക്ഷേത്രമായിട്ട് മാറുന്നതാണ് അതിൻ്റെ അർത്ഥം. എല്ലാം കലശത്തിലാണല്ലോ. അത് തുടങ്ങാതെ മേൽപ്പത്തൂര് അതൊന്നായില്ലോ. പിന്നെ ഈ കച്ചവടക്കാരായ ആളുകളെയൊക്കെ സമീപിച്ചു കഴിഞ്ഞാൽ അവരുടെ ശ്രേയസ്സിന് വേണ്ടിയിട്ട് ഇവിടേക്ക് നിങ്ങൾക്ക് വേണ്ട കലശ സമയത്തൊക്കെ ഉള്ള ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ കിട്ടാനുള്ളതായ സാധ്യത ഉണ്ട്. മുണ്ട് വേണം, എണ്ണ വേണം, നെയ്യ് വേണം, അതൊക്കെ ഉണ്ടല്ലോ. സ്പോൺസർ ചെയ്ത് തരും. പിന്നെ അടുത്ത് വ്യാഴം നന്നായില്ലോ. അവിടെ വരുന്ന സമയത്തുള്ള ഫലം ആരും കണ്ടില്ല. ആൾക്കാർ വളരെ കമ്മിയാണ്. പിന്നെ അതെന്താ വെച്ചാൽ ജനങ്ങള് അധികവും ഇങ്ങോട്ട് ദേവനോട് അടുത്ത് വരുന്നില്ല എന്നാണ്. തുടക്കത്തില് നല്ല ഇതായിരുന്നു. പിന്നെ ഇടക്കാലത്ത് ചെറിയ പറഞ്ഞ പോലെ ചെറിയൊരു ഇഷ്യൂ അങ്ങനെ ഇഷ്യൂ ഇല്ല. ഒന്ന് വേണോ വേണ്ട എന്നുള്ള പോയി. വിട്ടല്ല നമ്മുടെ വേറെ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയപ്പോ കുറച്ച് ഒന്നുകൂടി ആക്റ്റീവാവില്ലേ വേണ്ട? അല്ല, ആക്റ്റീവായിരുന്നു. അത് വെച്ച് ചെയ്യാം. ഈ പഞ്ചായത്ത് പ്രസിഡന്റിന് അടുത്ത സ്ഥാനത്തേക്ക് വരട്ടെ. പിന്നെ കുറച്ച് ഇതായത് സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നില്ല എന്ന് കണ്ടപ്പോ കുറച്ച് കണക്കുകള് മറ്റു കാര്യങ്ങള് അതിലൊക്കെ വീഴ്ച വരുന്ന സമയത്ത് നമുക്കത് പറ്റില്ല എന്ന് പറഞ്ഞ് കുറച്ച് കാലം അറിയുന്നുണ്ട്. അല്ലല്ല, ഇനി താങ്കൾക്ക് ഇതിന്റെ മുന്നിൽ നടക്കുന്ന ആൾക്കാർക്ക് സകല സിദ്ധിയേഹു എന്ന് കണ്ടാൽ
നമുക്ക് ഒരു പൊതുപ്രവർത്തനയെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ മേഖലകളിൽ എത്തിപ്പെടാൻ പറ്റുമോ അവിടേക്കൊക്കെ എത്താൻ പറ്റും. ആ കേരളത്തിലൊരു വളരെ പ്രഗത്ഭനായ ഒരാൾക്കൊരു പതനം സംഭവിച്ചപ്പോൾ അന്നത്തെ ഏറ്റവും പ്രസിദ്ധനായ ഒരു ജ്യോത്സ്യനെ കാണുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു തൻ്റെ പരദേവതയെ പോയിട്ട് തൊഴാൻ പറയുന്നു, അത് നേരേക്കാൻ പറഞ്ഞു. അതിൻ്റെ ശേഷമാണ് അദ്ദേഹം തിരിച്ചു വന്നത്. അപ്പോൾ ഓരോരുത്തർക്കും അതിൻ്റേതായ ഓരോ ഭേദുണ്ടാവും. താങ്കൾക്ക് അതെ ദൂതൻ വ്യാഴത്തിൻ്റെ അംശമല്ലേ പിന്നെ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ വ്യാഴം 11-ലും 12-ലും ഉണ്ടെങ്കിൽ നോക്കണ്ടെന്നല്ലേ പറയും. 12-ലാണെങ്കിൽ ഈ ജന്മം നമുക്കൊരു കാര്യം നടക്കില്ല. 11-ലാണെങ്കിലോ സർവാഭീഷ്ടസ്ഥാനത്തല്ല. അത് താൽക്കാലികമാണല്ലോ. 2 ചന്ദ്രനുണ്ട്, 12 ചൊവ്വ. 2 ചന്ദ്രൻ ഉണ്ടല്ലോ ശുഭയോഗമായി അല്ലേ. ശുഭം വർഗോത്തമേ ജന്മേ വേശിസ്ഥാനീഷു സർഗ്രഹി അശൂന്യേഷു കേന്ദ്രേഷു കാരകാഖ്യഗ്രഹേഷു ജാതി. കാരകനായിട്ട് മാറില്ലേ. ഇപ്പൊ പോകുന്ന പ്രയാണം നന്നാവല്ലേ ചെയ്യാം. അനി അന്തി സർവഗ്രഹാരിഷ്ടം ചന്ദ്രകേന്ദ്രേ ഗ്രഹസ്ഥപതി. ചന്ദ്രനിവിടെ ലഗ്നം ചന്ദ്രനാണല്ലോ. അപ്പൊ എന്താണ് അതിന്റെ കേന്ദ്രത്തിൽ വ്യാഴായില്ലേ. പിന്നെ അതല്ല പിതൃദോധികശ്ച എന്നുള്ള ഭാവഫലം വന്നു. തൻ്റെ പൂർവികന്മാർ ചെല്ലാത്ത മേഖലകളിലൊക്കെ ചെല്ലാൻ പറ്റുന്നു. കിട്ടിയില്ലേ. പിന്നെ അതല്ല സേനാനിർ ബഹുവിത്ത ധാരതനയാ. സേനാനിർ ബഹുവിത്ത ധാരതനയ. അപ്പൊ ഇവിടെ ജോലി ചെയ്യുന്ന ഈശ്വരസേവ ചെയ്യുന്ന ആൾക്കാർക്ക് സേനാനായകനാവണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അകമ്പടിയോട് കൂടിയൊക്കെ ജീവിക്കേണ്ടി വരിക. നമ്മൾ മാത്രമല്ല കേട്ടോ, ഭാവിയിലും അത്തരത്തിലുള്ള ആളുകളൊക്കെ ദേവനെ തൊഴുന്നവരിൽ ഉണ്ടാവുന്നതാണ് അതിൻ്റെ അർത്ഥം. വേറെ ക്ഷേത്രങ്ങളായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങേക്ക് ബന്ധപ്പെട്ട വേറെ ക്ഷേത്രങ്ങൾ ഏതെങ്കിലും ഉണ്ടോ? ക്ഷേത്രങ്ങൾ ഇപ്പോൾ ഞങ്ങൾ അപ്പുറത്തെ അയ്യപ്പങ്കാവിൻ്റെ പ്രതിഷ്ഠ പുനഃപ്രതിഷ്ഠയൊക്കെ ഞങ്ങൾ തന്നെയാണ് എല്ലാം കൂടിയൊന്നും ചെയ്തിട്ടുള്ളത്. അതെന്താ ഈ ദേവന്റെ അനുഗ്രഹം ഉണ്ട്. അതപ്പോൾ ദേവന്റെ അനുഗ്രഹം പൂർണ്ണമാണ്. 11-ാം ഭാവത്തിന്റെ 11-ലല്ലേ. അത് ശിവൻ തന്നെയാണ്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ കഷ്ടകാലം കൊണ്ട് മാറിപ്പോയിട്ടുണ്ട്. അപകടത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടാവുന്നതാണ്. വലിയ രക്ഷപ്പെടൽ നടന്നുണ്ട്. അവിടെ അങ്ങോട്ട് ശിവൻ കൈകാര്യം ചെയ്തിട്ടുണ്ടാവുന്ന ഇന്ന് തലകുത്തി പറഞ്ഞോ അപകടങ്ങളെ. തമാശല്ല, ഒരു പതനത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നാണ്. രോഗി ക്ഷതാങ്ക നമ്മളെ വലിയൊരു അത്യാഹിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിന്ന് തന്നെ പറയും ദേവനെ. വ്യവഹാരം ഉണ്ടായില്ല. അങ്ങനത്തെ അവസ്ഥയിൽ നിന്നൊക്കെ നമ്മൾ ജൂകം തന്നല്ലേ. ജൂകം കോലും ചെറുതര മണിക്ക് തൗലി എന്നും തുലായ. അപ്പോൾ അതാ പറഞ്ഞത്. അതാണ് നമുക്കെതിരായിട്ട് വരുന്ന ആൾക്കാർക്ക് അല്ല അതൊരു അനുഭവം കേട്ടോ. നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും അപ്പുറത്ത് അതിന്റെ പ്രതിഫലനം ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവും. അതന്നെ ഉണ്ടായി. ദേവബ്രാഹ്മണ സാധുപൂജന പ്രാംശുന്നതനാസിക പ്രസിദ്ധൽ ഗാത്രോടനർത്ഥാന്വിത ഹീനാംഗ ക്രയവിക്രയശൂശരോ ദേവദ്വിനാമാസരു ബന്ധൂനാം ഉപകാരനിരുഷിത തെക്തൈ സപ്തമേ. അല്ലേ, നല്ല ഫലമല്ലേ അവിടെ. ദേവബ്രാഹ്മണ സാധുപൂജന എടുത്താൽ പിന്നെ അങ്ങയുടെ ജാതകപ്രകാരം ഉണ്ട്. ഇങ്ങനെ ദേവന്മാരെയും ബ്രാഹ്മണരെയും സന്യാസിമാരെയൊക്കെ നമസ്കരിക്കാനും പൂജിക്കാനുമുള്ള യോഗം ജാതകത്തിലുണ്ട് കേട്ടോ. അപ്പോൾ അത് അനുഭവിച്ചാലേ വരുള്ളൂ. അപ്പോൾ അതിൽ ബന്ധപ്പെടുന്ന ആൾക്കാർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങളും കിട്ടും. അതാ പറഞ്ഞത്. ആരാണ് അവിടെ അതിനോട് ബന്ധപ്പെട്ടെങ്കിൽ അവർക്ക് ഗുണങ്ങളുണ്ട് കേട്ടോ. പിന്നെ അടുത്തത് ആദ്യം എന്താ ഇവിടെ പറഞ്ഞു വെച്ചു? ആദ്യം എന്താ പറഞ്ഞു വെച്ചു? ഭസ്മം. ആദ്യം തന്നത് ഭസ്മാട്ടോ. ഒരിക്കലേ അതിപ്പോൾ അതല്ല. ഇന്നലെ അത് നമ്മൾ പ്രശ്നം വെച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും മരണ വാർത്ത കേട്ടില്ലേ. ഇവിടെ ഇരുന്നിരുന്ന ഒരാൾ പോയിട്ട് പോയിട്ട് ഉള്ളിൻ്റെ അംശമായില്ലേ. അതേ ഓർമ്മ കഴിഞ്ഞു. ഭസ്മം തന്നാൽ ഉടൻ മരണം ഉണ്ടാവണം. അത് കഴിഞ്ഞു. അയാളെ വയ്യാതെ കിടക്കുന്ന ആളാവാം, അത്യാവശ്യം സംഭവിച്ചായിരിക്കും. എന്തായാലും മരണ വാർത്ത കേട്ടല്ലോ. ശ്രൂയേത ദൂരാദപി. ദൂരത്ത് കേട്ടാലും പോരെ. അതെന്താ വല്ല ഇതുണ്ടോ ആള് ഇവിടുത്തെ ഒരു എന്തെങ്കിലും പ്രധാനപ്പെട്ടത് വെച്ചാൽ പുള്ളിക്ക് അപ്പൊ ആരെങ്കിലും അത് അവരുടെ കുടുംബപരമായ വല്ല ദോഷം ഉണ്ടാവും. അത് ഇതുമായിട്ട് ബന്ധമുണ്ട്. അങ്ങനെയല്ല, അവരുടെ കുടുംബപരമായി ഏതെങ്കിലും രീതിയിലുള്ളതായ ആദിശബ്ദത്തേന പിതൃശാപോ ദ്വിജശാപോ അത്യുഗ്ര സർപ്പശാപാഭിചാരകോ ജാതകം ഭിദ്യതേ നൃണാം. അദ്ദേഹം ഇന്നലെ വന്നേൽത്താ എന്താ പേരെന്താ ക്ഷണിക്കാൻ വന്നിരുന്നോ? അതന്നെ, അത് മതി. അല്ല, അവരുടെ കുടുംബപരമായ
അല്ല അതുണ്ടെങ്കിൽ ആ ദോഷം തീർക്കണം. അല്ല അതല്ലാണ്, ഇത് തുലാൻ രാശിയാണെങ്കിൽ അതിന്റെ 12 ചൊവ്വ അല്ല, ചൊവ്വയ്ക്ക് സ്വഗ്രാമസ്ഥിത ദേവത കാപ്പിരിനെയൊക്കെ പൂജിക്കണം. അതൊക്കെ തന്നെയാണ്. ഇപ്പോഴും അതിന്റെ പൂജ നടത്തുന്നുണ്ട്. അത് ദോഷമാണല്ലോ. അവരുടെ ആ പൂജാതി കർമ്മങ്ങളിൽ അനുഷ്ഠിക്കുന്നതിൽ വൈരുദ്ധ്യം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ 4 അപ്പൊ അത് ശിവഭൂതങ്ങളാണ് ഈ കൂട്ടരൊക്കെ. ആര്? ഈ പറഞ്ഞ കാട്ടിലും കാമദേവനും ദണ്ഡൻ മുണ്ടൻ ഖണ്ഡാകർണൻ വേട്ടേക്കരൻ വീരഭദ്രൻ ഭൃംഗീരടി എന്നൊക്കെ പറഞ്ഞ ശിവഭൂതങ്ങളാണ്. അപ്പൊ അവരെ ആചരിക്കുന്നതിൽ വൈകല്യം ഉണ്ടായതാണ്ടാണ് ഈ വിഷയം. അല്ലാതെ ഇവിടുത്തെ ദോഷം കൊണ്ടൊന്നും അല്ല. കുടുംബപരമായിട്ട് ഒന്ന് പരിഹരിക്കാതെ ഇനിയും നല്ല കാര്യം നിശ്ചയിച്ചാൽ അവർക്ക് വില വരും. അതെ പറ്റുള്ളൂ. പിന്നെ തൽക്കാല നിമിത്തമാണ് നമ്മളൊന്ന് പറഞ്ഞു. അത് കഴിഞ്ഞില്ല, അത് പറഞ്ഞു ആ വിളക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ സംഭവം ചക്രലേഖനം അല്ല, ചക്രലേഖനം ചക്ര ഏത് രേഖ ആദ്യം ഏതാ രേഖ ആദ്യം ഇട്ട? എന്താ പറയുക, ഇന്നലെ കഴിഞ്ഞ കാര്യം ഓർമ്മയില്ലേ? അതൊക്കെ ഈ കൈക്കുളങ്ങര രാമവാരനോട് ഒരാൾ അദ്ദേഹത്തിന് ഗുരുനാഥൻ ശ്ലോകം ചെല്ലാൻ പറഞ്ഞത് ചെല്ലില്ലായിരുന്നു. എന്തേ ചിത്രം അടിയാൻ പഠിക്കുന്ന കാലത്ത് ഒരു പ്രാവശ്യം ചെല്ലിയിട്ടുള്ളൂ. ഒരു പ്രാവശ്യം കേട്ടപ്പോൾ ഒരു പടിയേ. രണ്ടാമത് എല്ലാം പറഞ്ഞ കൂട്ടാക്ക് പോകും. കിഴക്ക് പറഞ്ഞു നല്ലതാണല്ലോ. സന്തതിർ ഭവൻ, സന്താനങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാവുന്നതാണ്. ഭക്തന്മാർ സന്താന ശ്രേയസിന് വേണ്ടിയിട്ട് ഭജിക്കാന്ന്. ഇവിടെ ചോറൂണ് കാണും ചെയ്തില്ല. ഇവിടെ ചോറൂണാണല്ലോ കണ്ടത്. ബാലഭോജനം, കല്യാണം, ചോറൂണ്, അങ്ങനെയല്ല. തുലാഭാരതട്ടൊക്കെ ഇവിടെ കണ്ടു. തുലാഭാരം ഇല്ലേ? അതോ പട്ട് മാത്രമേ ഉള്ളൂ? ഒക്കെ കൂടി നന്നാക്കുക. പിന്നെ അത് കഴിഞ്ഞു. കുട്ടി എവിടെ പണം വെച്ചു? സ്വർണ്ണം തുലാരാശിയിലാണ്. അത് നന്നായി മലർന്നു വന്നതിന്റെ ഫലമായില്ലോ. അതെ. പിന്നെ അവിടേക്ക് അംശത്തിലേക്ക് പാപയോഗമൊന്നും ഇല്ല. രാഹു ഉണ്ടല്ലേ ഇവിടെ. ഈ നാഗങ്ങളുടെ ദോഷങ്ങളും നാഗദുരിതങ്ങളും നമ്മളെ പെരുമ്പാമ്പിനെയൊക്കെ സ്ഥിരമായിട്ട് ബലി നടത്തിയിരുന്ന സ്ഥലം അവിടെ. പെരുമ്പാമ്പ് ബലി, സർപ്പബലി അല്ല, പെരുമ്പാമ്പിനെ ബലിയാക്കിയിരുന്ന സ്ഥലം. കണ്ടപാമ്പിനൊക്കെ ബലി ആയിക്കൂടെ പെരുമ്പാമ്പും. അപ്പൊ നമുക്കൊരു സർപ്പബലിയും കുടിവെപ്പല്ല ആവശ്യം, സർപ്പബലിയും പായസവും ചെയ്യണം കേട്ടോ. ഇനി പരമാവധി ആൾക്കാർ അങ്ങനെ ചെയ്താൽ ചെയ്യരുതെന്ന് പറയുക. അങ്ങനത്തെ ആൾക്കാരൊക്കെ പോയി, നേരത്തെ പോയി. പിന്നെ സ്വർണം മലർന്നു വന്നു, അംശകായി. പിന്നെ കുട്ടി തെക്കോട്ട് മാറി. എവിടെ തൊട്ടു? ദോഷമില്ല. പിന്നെ അപ്പോ ചരേ ചരസ്ഥിര ദ്വന്ദ്വേ സ്ഥിര ഓഭയചര, സ്ഥിര ഉഭയചര. പിന്നെ അടുത്തത് അധിപതിസൂത്രം മതി. അംശസൂത്രം ജീവൻ, അങ്ങനെയല്ലേ പഞ്ചഭൂതാത്മകമായിട്ട്. നാദശ്ച ബുധ ശുക്ര ആര മന്ദ ജീവാഹക്രമാദിനെ അങ്ങനെയാണ് വരിക പഞ്ചഭൂതങ്ങളിൽ. അതിലിപ്പോൾ ഒരു മതിസൂത്രമല്ലേ. നക്ഷത്രാധിപസൂത്രേ ദ്വേ വർത്തമാന ഫലാത്മകേ സാമാന്യം ഭൂതകാലന്യേ ഭവിഷ്യത്. നക്ഷത്രാധിപസൂത്രേ ദ്വേ വർത്തമാന ഫലാത്മക, വർത്തമാന ഖണ്ഡത്തിലാണ് ഇപ്പോൾ ഈ മൃതിസൂത്രം വന്നിരിക്കുന്നത്. മഹാസാന്നിധ്യ സ്ഥാനത്താണ്, അഷ്ടമത്തിലാണ്, ലഗ്നാംശത്തിലാണ്. അപ്പൊ ഈ വെള്ളമൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം. രുചിജലേ ഭുജേ അല്ലേ, ശിഥില ദുർബല ജന്തു വിനാശനം. വെള്ളം മലിനമായതൊക്കെ ഇപ്പൊ എവിടേക്കായി പൂജയ്ക്കുള്ള വെള്ളം എവിടെ നിറക്കണം? അവിടെ തന്നെ അല്ലേ, അവിടെ നല്ലതായിട്ട് വൃത്തിയാക്കണം. പിന്നെ നേരത്തെ പറഞ്ഞ ഈ അധികധന നഷ്ട ബ്രഹ്മരക്ഷോ നിവാസ നിയതവശിമേവം പ്രാതിശിത്വം പണ്ട് സംഭവിച്ചു എന്ന് പറയുന്ന ആ ബ്രഹ്മഹത്യാദുരിതത്തിന്റെ പ്രായശ്ചിത്തം ചെയ്ത് വർഷത്തിലൊരിക്കൽ ഈ ബ്രഹ്മരക്ഷസിന് തന്ത്രി ഒരു പൂജ ചെയ്യണം. അധികകഥന നഷ്ട ബ്രഹ്മരക്ഷോ നിവാസ നിയതവശിമേവം പ്രാതിശിത്വം നിവേദ്യേ. പിന്നെ അതേമാതിരി ശുക്രനെ കൊണ്ട് തന്നെയാണ് ഈ ഗന്ധർവനെയൊക്കെ ചിന്തിക്കേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് ആ കലശ സമയത്ത് ആ ഇവിടെ ഒരു വിളക്ക്, ആൽത്തറയിലൊരു വിളക്ക് വെക്കണം. വേണ്ട, അത് ഒരു വിളക്ക് വെച്ചാൽ മതി. പൂജയും മറ്റു കാര്യങ്ങളൊന്നും ആവശ്യമില്ല. പിന്നെ നമ്മൾ ശുക്രൻ്റെതായ ഗ്രഹം അല്ല, ശുക്രൻ്റെ സ്ഥിതി
ആ സാന്നിധ്യവതിയായി രണ്ടാം ഭാവത്തിൽ ഛത്രരാശിയിലേക്ക് നിന്നതുകൊണ്ടും ആ ഗ്രഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ തൽഭാവം പ്രതി ദേവാലയ സ്ഥാനത്ത് വ്യാഴത്തിൻ്റെ യോഗം ഉണ്ടായതുകൊണ്ടും ക്ഷേത്രം നിർമ്മിക്കേണ്ട ആവശ്യമില്ല. ഭഗവാങ്കിൽ ഇതുണ്ട്, അത് ഉറപ്പിച്ചു. ചിത്രം അവിടെ ഇരുന്നോട്ടെ, അതിനെന്താ എത്ര ചിത്രം വേണമെങ്കിലും വെച്ചോളൂ. ഗണപതി സുബ്രഹ്മണ്യൊക്കെ വയ്ക്കാം കേട്ടോ. പൂജ അതിലത്തെ സാധാരണ ശിവപൂജ, അതിൽ ഗണപതിയും ഗുരുവിനെയും അങ്ങനെ വെച്ച് വന്ദിക്കുക. വേറൊരു ഗണപതിയെ പ്രതിഷ്ഠിക്കേണ്ട ആവശ്യമില്ല എന്നാണ് നമ്മൾ ഇതിലും. അതല്ല, അത് നമുക്ക് ഇത് പറയാലോ, ചന്ദ്രനെ കൊണ്ട് ശുക്രനെ കൊണ്ട് തന്നെയല്ലേ പറയേണ്ടത്. അപ്പോൾ ഭഗവതിയും ഭഗവാനും വേറെയായിട്ട് കാണേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്ത്രി നിശ്ചയിച്ച രീതിയിലുള്ള പൂജ അത് ശാന്തിക്കാർക്ക് അദ്ദേഹം പറഞ്ഞു കൊടുക്കും, അങ്ങനെ ചെയ്യാം. അതിൽ മറ്റു കൈ കടത്തേണ്ട ആവശ്യമില്ല. നേരത്തെ ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ വഴിപാടൊക്കെ രണ്ടും വേണം. ഒരു മാല പാടില്ല, 2 മാല. ഒരു താലിക്ക് വേണം ചന്ദ്രക്കല. ഒരു നെയ്വിളക്ക് പാടില്ല, 2 പട്ട്, 2 പുഷ്പാഞ്ജലി, 2 നിവേദ്യം, അങ്ങനെ ചീട്ടാണ്. പിന്നെ ഇത് മാത്രമല്ല, ശുക്രനാണ്. ആ ശുക്രൻ തന്നെയുള്ള, ശുക്രനെ കൊണ്ട് തന്നെയുള്ള ജലകാരകനെ പറയുക. ഗംഗാദേവിയും പറയേണ്ട അവർ തന്നെയല്ലേ അല്ലേ. അപ്പൊ ശരിക്കും ആ സപ്തസിന്ധുക്കളുടെ സാന്നിധ്യമുള്ള, അതല്ലെങ്കിൽ കാശി തീർത്ഥത്തിന് തുല്യമായ തീർത്ഥമാണ് ഇവിടെ നമ്മളെ ഈ പൊട്ടി വരുന്നത് എന്ന് അതുകൂടി സൂചിപ്പിക്കുകയാണ് കേട്ടോ. അതാവില്ലാന്ന് ആ തീർത്ഥം തന്നെ, കാശി തീർത്ഥം തന്നെയായിട്ട് പറയണത്. അവിടെ എഴുതി വയ്ക്കണം നിങ്ങൾ, കാശി തീർത്ഥം അല്ലേ. ഇവിടുത്തെ വിളക്ക് വെപ്പ് മുതലായ കാര്യങ്ങൾ അമ്പലത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല. മുകളിൽ കുറച്ച് ചോർച്ചയൊക്കെ ഉണ്ട്, അതൊക്കെ അടക്കേണ്ടി വരും. ചുറ്റുവിളക്ക് എന്താ പറയുക, സ്ഥലമില്ലെങ്കിലും അല്ല, ചുറ്റുവിളക്ക് എന്ന് പറഞ്ഞാൽ വിളക്ക് വയ്ക്കലല്ല പ്രധാനേ. വൈകുന്നേരത്തെ ഒരു പൂജ വെള്ളരി കറ്റുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മണ്ഡലക്കാലത്ത് ഒരു 41 ദിവസത്തെ ചുറ്റുവിളക്ക് നടത്താം. ഒന്ന് പിന്നെ അതേമാതിരി ഇപ്പം എല്ലാ ക്ഷേത്രങ്ങളിലും ഉള്ളതാണ് ദീപം, 1000 ദീപം, 2000 ദീപം, 10000 ദീപം, 1,00,000 ദീപം എന്നൊക്കെ പറഞ്ഞിട്ട് ശിവരാത്രി ദിവസം വാദ്യം മേളൊന്നും കിട്ടില്ല. ചൊവ്വ ബലവാനായിട്ട് ജീവസൂത്രത്തോട് കൂടി നിൽക്കുക, അതിക്ക് പ്രാധാന്യമുണ്ട്. ശിവന്റെ മുകളിലെ ഭിത്തിയിലൊന്നും വിളക്ക് കൂട്ടിയിരിക്കുന്നു, ഭിത്തിയിലൊന്നും വിളക്ക് കൂട്ടിയിരിക്കുന്നു. അതെ, ചുമർചിത്രം വരയ്ക്കാൻ പോകുമ്പോൾ കണ്ണി കണ്ടവരൊക്കെ പഠിപ്പിക്കരുത്. അത് ചുമർചിത്രത്തിൽ പഠിച്ച് ആൾക്കാര് ഇന്ന രീതിയിൽ വരയ്ക്കാൻ പാടുന്നുണ്ട്, ഇന്ന ഭാഗത്ത് ഇന്ന തരത്തിലെ പാടുന്നുണ്ട്. അത് 5 തരത്തിലാണ് ചുമർചിത്രം. പക്ഷിമാല, ഭൂതമാല, മൃഗമാല, വനമാല, അങ്ങനെയുള്ള 5 മാലകളാണ്. അത് ഇന്ന ഭാഗത്തെ പക്ഷിമാല പാടുള്ളൂ, ഇന്ന ഭാഗത്തെ ഭൂതമാല പാടുള്ളൂ, ഇന്ന ഭാഗത്തെ മൃഗമാല പാടുള്ളൂ എന്നിട്ടുണ്ട്. അത് അറിയുന്നവര് തന്ത്രിയോട് ചോദിച്ചത്. അതുകൊണ്ട് ആ സാധനം നടന്നില്ല. അങ്ങനെ ശിക്ഷപാലനം ശ്രീനിവാസ കാലഘട്ടത്തിൽ ഈ ഗുരുവായൂർ ശിഖരങ്ങളുടെ പ്രാധാന്യം വെച്ചാൽ മമ്മീര് അമ്പലത്തിന്റെ പുറത്താണ് അടുത്ത പണിക്കന്മാർ കടയിൽ. അവിടെ ചെന്ന് പറഞ്ഞാൽ അവർ അതിന്റെ കാര്യം തൃശ്ശൂർ ചിത്രകലാഭരണത്തിൽ പഠിച്ച മിടുക്കന്മാരായ ആളുകളുണ്ട്. അവർക്ക് അറിയാം എന്താ അറിയാം, പഠിക്കുന്ന ഭാഗത്തെ പാടുന്നു, വൈഷ്ണവായ തന്നെ പാട്ടിൽ പാടുന്നു. ഗുരുവായൂർ മമ്മീരൊക്കെ പോയി കാണാം. അത് തോന്നിമാരി വരയ്ക്കുന്നതല്ല കേട്ടാ. ഇനി വരച്ചിട്ട് ആൾക്കാർ കുറച്ച് പുരോഗമന ചിന്താധികാരങ്ങളൊന്നും തോന്നിയൊന്നും വരച്ചിട്ടും പാടില്ലേ. അങ്ങനെയൊക്കെ ഉണ്ടാവും ചിലതൊക്കെ ഉണ്ടാവേ ചെയ്യും. പിന്നെ നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞൊന്നും കാര്യമില്ല. അത് ഇതാ വേറെയാണ്, അത് വേറെ. സ്ത്രീകളെ കൊണ്ട് പഠിപ്പിക്കാൻ പറ്റും. എന്ത് സ്ത്രീകൾക്ക് അതിനുള്ളതായ ഒരു കാര്യമില്ല. സ്ത്രീകളായിട്ട് പ്രതികരിക്കാൻ പഠിച്ച ഒരാളുണ്ട്. പിന്നെ കോഴിക്കോട് അല്ല, കോഴിക്കോട് ഒരു റിട്ടയർഡ് ടീച്ചർ, അവർ റിട്ടയർമെന്റിന്റെ വരെ ഒന്നും അറിയില്ല. അവർ ദിവസം ഇങ്ങനെ കാണാൻ ഗണപതി മനസ്സിൽ ഇങ്ങനെ കാണുന്നില്ല. അങ്ങനെ ഒരു സ്വന്തമായ ചിത്രം വെച്ചു.
ഇതിൽ ഏറ്റവും നല്ലത് തന്ത്രി മുഖാന്തരം ആരാണ് അവിടെ ഭരിക്കാൻ പറ്റിയത് അതാ നല്ലത് അതാ നല്ലത് അത് അതിന് അർഹതപ്പെട്ട ചായങ്ങളെ ഉപയോഗിക്കാവൂ അനർഹമായതൊന്നും ഉപയോഗിക്കാൻ പാടില്ല ഇലച്ചാറുകളൊക്കെ ഒന്ന് വെക്കുക അതെങ്ങനെയാണെന്ന് വെച്ചു പിന്നെ നിറയെ വിളക്ക് അടുത്ത ശിവരാത്രിക്ക് വേണമെങ്കിൽ ഒരു 10,000 നെയ്യ് ഒരാൾക്ക് 100 രൂപ അപ്പോൾ വിളക്ക് അങ്ങനെയൊക്കെ വെച്ചിട്ടേ ദീപാലങ്കാരം പ്രേമ ഉൾപ്പെടെ ചൂട് വരുവാനാണ് ആ വേഗം ഈ എല്ലാവർക്കും പ്രധാനം കാർത്തികയ്ക്ക് വിളക്കായിക്കോട്ടെ നെയ് വിളക്കായിക്കോട്ടെ തമിഴ്നാട്ടിലെ കോളനികളിൽ ഈ ആളുകൾ വീടിന്റെ മതിലുമൊക്കെ വെക്കും അമ്പലങ്ങൾക്ക് വെക്കില്ല പൂജ കാര്യങ്ങളൊക്കെ നമ്മൾ ഇഷ്ടംമാതിരി പറഞ്ഞില്ല അന്നത്തെ കാർത്തിക ദീപം വെക്കുക കറക്റ്റ് ഒരു ഷെഡ്യൂള് സുബ്രഹ്മണ്യ പ്രീതിയാണ് ബോംബെയിലൊക്കെ ഭയങ്കര വിശേഷമാണ് കാർത്തിക റോട്ടിലെ ആൾക്കാർ ക്യൂ നിൽക്കും കുരുത്തോലയൊക്കെ പിടിച്ചിട്ട് പോകണം എന്തായാലും ആചാരമില്ല ഈ ബോംബെയിലൊക്കെ നോർത്ത് ഇന്ത്യയിൽ കുരുത്തോലയൊക്കെ പിടിച്ചിട്ട് വിളക്ക് വയ്ക്കാൻ പോകുന്നതാണ് ബോംബെയിലുണ്ട് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളല്ലാത്ത ക്ഷേത്രങ്ങളിലും ഒരു സുബ്രഹ്മണ്യ പ്രീതി തമിഴ് ബ്രാഹ്മണ ചെയ്യുന്നുണ്ട് അപ്പൊ എങ്ങനെയാണ് തൃക്കാർത്തിക ആചരിക്കാം തൃക്കാർത്തിക ആചരിക്കാം ശിവരാത്രി ആചരിക്കാം ആ ശിവരാത്രിക്ക് വിളക്ക് വയ്ക്കാം തൃക്കാർത്തിക്ക് വിളക്ക് വയ്ക്കാം എങ്ങനെയാണ് നിങ്ങൾ അഭിപ്രായം ചെയ്തത് താന്ത്രികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തത് ബാക്കി അലങ്കാരമൊക്കെ നിങ്ങൾ ചെയ്യും അപ്പോൾ ചുമർ ചിത്രം ചെയ്യേണ്ടത് എങ്ങനെ വേണം അതിൻ്റെ ആധികാരികതയോട് കൂടി മാത്രം ചെയ്താൽ മതി അല്ലാതെ ചെയ്തു പോകരുത് കേട്ടോ ഇന്നത് വായിക്കാനൊന്നും പറ്റിയെന്ന് വരും അതെ അത് ഇന്നതാണ് ഇന്ന ഭാഗത്ത് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് തന്ത്രി കാണിക്കണം ഇത് അദ്ദേഹം അംഗീകരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ വരയ്ക്കാൻ പാടുള്ളൂ വരച്ചാൽ ഗുണം എന്താ അറിയാം വരച്ചാൽ മെയിൻറ്റെയിൻ ചെയ്യണം വരച്ചിട്ടിട്ട് പിന്നെ നിങ്ങളെ കമ്മിറ്റി കഴിഞ്ഞാൽ അടുത്ത കമ്മിറ്റി കുമ്മായി അടിക്കരുത് ഇതിപ്പോ വരച്ചിട്ട് അത് അടുത്ത കമ്മിറ്റി വന്നിട്ട് എന്ത് ചെയ്യുക അതൊക്കെ കുമ്മായി അടിക്കാമെന്ന് ആരും ധരിക്കരുത് കുട്ടി അടിക്കാൻ ധരിക്കരുത് അതിനൊക്കെ തയ്യാറെടുപ്പോട് കൂടി മാത്രം അനാച്ഛാദനം ചെയ്താൽ മതി ഞാൻ പറഞ്ഞതല്ല ഒരു കമ്മിറ്റി വരച്ചു അടുത്ത കമ്മിറ്റി മായ്ച്ചു എന്ന് പറഞ്ഞാൽ ഉപദ്രവാന്ന് പറഞ്ഞു വായിച്ചവനും കുഴപ്പമാണെന്ന് അപ്പൊ അത് സൂക്ഷിക്കണം അത് ഇത് ശരിക്കും ദൈവീകത ഉള്ളതാണെന്ത് എന്റെ ദൈവിക ഭാഗമാണെന്ത് എല്ലാ ചിത്രന്മാരും പറ്റില്ല അത് കളമ്പാട്ടിന്റെ കളവും അങ്ങനെ തന്നെ സാധാരണ ഭഗവത് സേവയ്ക്ക് ഇരുന്ന പത്മല്ല അത് ശരിക്ക് പിന്നെ അനുഷ്ഠാനത്തോടു കൂടി ചെയ്യുന്ന ഭദ്രകാളുടെ അല്ലെങ്കിൽ വേട്ടേക്കറിന്റെ കോലം അത് അതിനനുസരിച്ച രീതിയിൽ വേണം അതിനോട് പെരുമാറാൻ അതെ പിന്നെ അതേമാതിരി ശനിയുടെ ദൃഷ്ടിയല്ലേ ശനി അവിടെ ഇപ്പോൾ സുസ്ഥനാണ് 3-ലാണ് ബലവാനാണ് വായു സൂക്തമാണ് വായുവിൻ്റെ സൂക്തമാണ് വായുവിൻ്റെ സൂത്രമാണ് അല്ലേ ആ ഗ്രഹം ബലവാനാണ് ഇഷ്ടസ്ഥനാണ് കേട്ടോ അവിടെയാണ് എന്താ അന്യസ്ത്രീധന സമ്മർദ്ദ പുരബല ഗ്രാമാന്തര മന്ദ സ്വക്ഷേത്രീയ മലിന സ്ഥിര അർത്ഥവിഭവാൻ പ്രോക്താജാതപ്പുവാൻ എന്നാണ് ഇപ്പോൾ ക്ഷേത്ര പരിസരമൊക്കെ വല്ല മാലിന്യമുക്തമായിട്ട് സൂക്ഷിക്കുക ഈ ആശൗചാദി ക്രിയാദികളൊക്കെ ശ്രദ്ധിക്കുക ജനന മരണപുരയുള്ളവരൊക്കെ പ്രവേശിക്കാതിരിക്കുക ഈ ബലിയിടാൻ വരുന്നവർ സാധാരണഗതിയിൽ നമ്മളെ ഹിന്ദുധർമ്മപ്രകാരം ആ ശരിക്ക് ആശൗചം ദശരാത്രം ചാൽ 10 രാത്രി കഴിയുന്നവരെ ഈ ബലിയിടാൻ അയക്കരുത് അതവിടെ എഴുതി വെക്കണം ഭീമാവലിയിൽ ചിലരെ സഞ്ചയനം കഴിഞ്ഞിട്ടേ അതൊക്കെ തുടങ്ങി ഒഴിഞ്ഞു കിടക്കുമ്പോൾ സഞ്ചയനം കഴിഞ്ഞിട്ട് ഇപ്പം അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ട് അന്നേരം ഇവിടെ കുറഞ്ഞതാണെന്ന് വിചാരിക്കരുത് ജാതക കെട്ടും അതൊന്നും പാടില്ല 10 ദിവസം എങ്ങനെ ഓവനാൻ്റെ സാമ്പ്രദായികാചാര പ്രകാരം എപ്പോഴാണ് പല എപ്പോഴും ഇതെന്ത് ചെയ്യാൻ പാടുള്ളൂ ക്ഷേത്രേ പ്രതി ജനനമംഗളമണ്ഡപാതു മുദ്രാസുഖാധിപതനം പതിതാദിവേശ സോരൂപ കൃത്രകരണശ്വകരോഷ്ട്രകോല കോക്ഷുണ്ടുഭപുരസ്ഥല ഗർഭവേശ അപ്പോൾ ഈ ജനന മരണ പുര പാലിക്കാതെ മരണം കഴിഞ്ഞ് സാമുദായിക ആചാരപ്രകാരം നമ്മൾ 12 ദിവസമെങ്കിലും പറയണം ശിവക്ഷേത്രമാണത് ഈ 12 ദിവസത്തിന് ശേഷമുള്ള ആചാരങ്ങളെ തന്നെ വലിയിടാൻ പാടുള്ളൂ പറയും കേട്ടോ ചിലരേ മറ്റന്നാൾ അടുത്ത 4 ദിവസം കഴിഞ്ഞാൽ മകൻ ദുബായിക്ക് പോവുകയാണ് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് പോവുകയാണ് എന്നാൽ അസ്ഥിയൊക്കെ പുറക്കിക്കൊണ്ട് ഇവിടെ കൊണ്ടുവന്നിക്കാറൊന്നുമില്ല നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നേ കൊടുന്നിടുക എന്നിട്ട് വെയിലിട്ടിട്ടാണ് പോവാന്ന് വിചാരിക്കരുത്
വേണമെങ്കിൽ അന്നദാനത്തിന് കുറച്ച് കാശും തരും. അച്ഛനെ ഇവിടെ കൊണ്ടു വെച്ചു അല്ലെങ്കിൽ അമ്മയെ ഇവിടെ കൊണ്ടു വെച്ചു, ആ പരിപാടി വെച്ചു. ജനന മരണ കുരളിയുള്ളവർ ആചരിക്കേണ്ടതാണ്. ഹൈ ഭാവിയിലത് വരുന്നേ. അതാ പറഞ്ഞു. അപ്പോൾ എവിടെയോ ഉണ്ടെന്ന് നോക്കി അങ്ങനെ ഉണ്ടെന്ന് നോക്കിയൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ശ്രദ്ധിക്കണം. 12 ദിവസത്തെ അത് കഴിഞ്ഞ് സാധാരണഗതിയിൽ നമ്മുടെ പ്രാദേശികമായ ശൂദ്രന്മാർക്ക് 15 രാത്രിയാണ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ? ക്ഷേത്ര ദർശനം അനുവദനീയമാവുള്ളൂ കേട്ടോ. ആ ക്ഷേത്രയെ മൃദർ ജനന മംഗള മണ്ഡപാതോ നമുക്ക് അമ്പലത്തിലേക്ക് വഴിപാട് കാശ് കിട്ടണമെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല. ഒരു പരദേശത്തുള്ളൊരു ക്ഷേത്രത്തിൽ ആദ്യത്തെ മേശാന്തി പറയണേ, കേരളാമ്പൂരിയാണേ, അവിടെ ഈ മാലെടുത്തത് എനിക്ക് മാലിട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും മരിച്ചു പറഞ്ഞാൽ അവർ പാഞ്ഞിട്ട് വരും. എന്നിട്ട് തിരുമേനി ഇത് ഊരി തരും എന്ന് പറഞ്ഞാൽ തിരുമേനി ഊരുക. ഇദ്ദേഹം കേരളത്തിലെ അമ്പൂരിയാണ്. അപ്പോൾ തൊട്ടാ കുളിക്കും അവരുടെ ആചാരം. എന്നിട്ടിത് 15 ദിവസം കഴിഞ്ഞിട്ട് ആ വന്നിട്ട് പിന്നെ ഇദ്ദേഹം തന്നെ അയാൾക്ക് പിന്നിട്ട് കൊടുക്കും വേണം, നല്ല എന്ത് കിട്ടുള്ളൂ. അപ്പോൾ അത്തരം ഈ ദുരാചാരങ്ങൾക്കൊന്നും കിടക്കാതെ അവിടെ എഴുതി വയ്ക്കുക, ജനന മനപുരലുള്ളവർ വിരിയിടാൻ വരരുത്. ആ സമയം കഴിഞ്ഞിട്ട് മാത്രം വരിക. പക്ഷേ 15 രാത്രി കഴിഞ്ഞ് 16 അന്ന് വിരിയിടാം, കുഴപ്പമില്ല കേട്ടോ. അല്ല അവരുടെ ആചാരത്തിൽ 12 ആണെങ്കിലോ 12 കഴിഞ്ഞ് കുളിച്ച് ശുദ്ധമായി പുണ്യാഹം കഴിഞ്ഞിട്ട് ഇത് തന്നെ എഴുതാം. പുണ്യാഹം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് വെളിയിടാൻ ക്ഷേത്രത്തിൽ ക്ഷേത്രപിണ്ഡം ചെയ്യാൻ പാടുള്ളൂ. വീട്ടിലെ പെണ്ണ വയ്ക്കലല്ല. ഓരോരുത്തർക്കും ഓരോ വിഭാഗമുണ്ട്, ഓരോ കണക്കുമുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അത് ഇവിടെ ഇത് പറയണം, അതുകൊണ്ടാണ് ഞങ്ങളിത് എടുത്തു പറയണത്. ചില ക്ഷേത്രത്തിലേ കൗണ്ടറിലേക്കാണ് ചെല്ലും, അത് ഷീറ്റ് വാങ്ങിയിട്ട് ഈ പറഞ്ഞ എള്ള് മേടിക്കാനേ പേലുള്ളവൻ അതിൻ്റെ ഉള്ളിലേക്ക് പോവുക. ഇയാൾക്ക് ദേഹത്തിന് ശുദ്ധി ചെയ്യാനേ നേരം ഉണ്ടാവുള്ളൂ. അപ്പം അത് നിങ്ങൾ തന്ത്രിയും കൂടി ആലോചിച്ചിട്ട് എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് തീരുമാനിക്കുക കേട്ടോ. പിന്നെ വ്യാഴം ജീവേനിഷ്ടകതയെ വീരാനുമോഢ്യോപകേ ശാപാദ്യം ഗുരുവിപ്രഭൂപജനിതം ദേവപ്രകോപോപിവാ തസ്മത് ദേഹരുജാം ക്ഷയജ്ജരഭവം ശ്രേഷ്മപ്രപീഡാം വതേൽ പുത്രാണാമഥ ചിത്തവിഭ്രമതോ വിത്തക്ഷയം വാ നൃണാമൻ. ഇവിടെ രാഹുണ്ട്, രാഹുഗ്രസ്തനാണ്. ബ്രഹ്മഹത്യ മുമ്പ് ഉണ്ടായിട്ടുണ്ട്, ഒന്നും പറയേണ്ടതായിട്ട്. അപ്പോൾ ബ്രാഹ്മണ ശാപത്തിന് സമഷ്ടിയായ ഒരു പരിഹാരം ചെയ്ത് അല്ലേ ചെയ്യണം. അതിപ്പോൾ തിരോഹമത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയ രീതിയിൽ ഒരു വൈദികനെ കൊടുത്തിട്ട് വൈദികൻ നിശ്ചയിക്കുന്ന ഒരു ദാനം അത്രയേ ഉള്ളൂ. നമ്മളൊന്നും പറയണ്ട. ഈ കലശ സമയത്ത് പ്രേതപർവ തിലോഹോമം സായുജ്യ പൂജ സമയത്ത് ഒരു വൈദികനെ വിളിച്ച് അദ്ദേഹം നിശ്ചയിക്കുന്ന ബ്രഹ്മഹത്യക്ക് പറഞ്ഞ ഒരു ദാനം അത് തന്ത്രി മുഖാന്തരം ചെയ്യും കേട്ടോ. നമ്മളെന്താ വെച്ചാൽ ചെയ്യാം, എന്താ വെച്ചാൽ അത് ഒരു ദാനം മതി. അത് ദേവപ്രകോപോപിവ തസ്മാത് ഈ കുട്ടികൾക്ക് അപസ്മാരാദി രോഗങ്ങൾ ഭൗമക്ഷയ ഉപദേശ ഭൂതനിവോ ദുർദേവതാജാക്പതി. പിന്നെ അസമയത്ത് ക്ഷേത്രം അടച്ചു കഴിഞ്ഞാലൊന്നും ആൾക്കാർ ഇവിടെ ഒന്ന് ശബ്ദം ഉണ്ടാക്കുകയോ കൂട്ടം കൂടുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ഈ സൈലൻസ് നിലനിർത്തണം. ഇവിടെ ഒന്ന് അനാശാസ്യമായ രീതിയിൽ പെരുമാറുകയോ ചെയ്താൽ അവർക്ക് എന്താണ്ടാവുക? അപസ്മാരാദി ദോഷങ്ങൾ ഉണ്ടാവാനുള്ളതായ സാധ്യത ഉണ്ട്. നട അടച്ചു കഴിഞ്ഞാൽ ക്ഷേത്രബന്ധിയിൽ ജനങ്ങൾക്ക് വരാം. അല്ലാത്ത ആവശ്യത്തിന് വേണ്ടി ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ എന്ത് ഫോട്ടോ എടുക്കാനൊക്കെ വരവില്ലേ, അനുവദനീയമല്ല എന്ന് എഴുതിച്ചു. ക്ഷേത്രം നട അടച്ച സമയത്ത് വന്ന് കേട്ടോ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കുന്നത് അനുവദനീയമല്ല എന്ന് അതിനെന്താ വെച്ചാൽ ചെയ്യുന്നത് കേട്ടോ. ഇവിടെ സൗകര്യമല്ലേ എല്ലാ കാര്യങ്ങളും. സീരിയലിനൊക്കെ നല്ലതല്ലേ, സീരിയൽ പിടിക്കാനും കാര്യം വരുന്നില്ല. ഒരു ശാന്തികാരം വന്നപ്പോഴേ വന്നപ്പോൾ ഒരാളിങ്ങനെ ഇരിക്കുക അത്രേ. അപ്പൊ എന്താ പാലാ ചോദിച്ചത്, ഒന്ന് തമ്മിൽ അടിയും തൊഴാവുന്നതാണ്. എന്നാൽ വേഗം പോയി കുളിച്ചോ, ഇത് കട്ടുകൊണ്ടുപോകണേ ഇവിടുന്ന്. എന്ത് ഇവിടുത്തെ വിളക്കൊക്കെ ഉണ്ടാവുന്ന കള്ളം കിടന്ന് ഉറങ്ങി അവിടെ. അപ്പോൾ അനാശാസ്യം ക്യാമറ വെച്ചോളൂ, അനാശാസ്യമായ എവിടെ വെച്ച് വന്നിട്ട് ഡിസ്ട്രിബ്യൂഷനൊക്കെ ഉണ്ട്, ആരുമില്ലല്ലോ ഇവിടെ. അതൊന്നല്ല അഷ്ടമത്തിലാ ശുക്രനെ. അഷ്ടമത്തിൽ ശുക്രൻ വന്നാൽ എന്താ ഫലം? ശുക്രൻ എന്താ പറയുക? അല്ല ശുക്രനെ സംബന്ധിച്ചിടത്തോളം എന്താ? കളത്രം ജയനങ്കാമം കവിത്വം ഭോഗവും സുഖം ശുക്ലവസ്ത്രം ചമന്തിത്വം ശുക്രാഗീതം പശുക്കളും. അപ്പോൾ ഈ പിന്നെ ശരിക്ക് എന്താ അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് വരെ ഉപയോഗിക്കേണ്ടെന്ന് പറയണം. മനസ്സിലായോ? ആരാ അറിയാ? മറ്റത് വെച്ചാ അറിയേ, മറ്റത് വെച്ചാൽ അറിയല്ലോ. അതല്ലേ അന്യസ്ത്രീധന സമൃദ്ധ പുരബല. ഞാൻ എൻ്റെ ഭാര്യ കുട്ടി ഒന്ന് വോട്ട് എടുക്കല്ലേ ചെയ്യണേ. എന്താണ് അന്യസ്ത്രീ? എന്നാ ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നുള്ള അമ്മമാരൊക്കെ ഇരിക്കുന്നുണ്ട്, അത് ശ്രദ്ധിക്കണം. അല്ല അവിടെ പന്തിയും കാണക്കല്ലേ. ഏയ് അവിടെ ഇവിടെ സൗകര്യല്ലേ?
അന്യസ്ത്രീധനസംഭൃതപുരബലഗ്രാമാഗ്രണിർമന്ദൃ സ്വക്ഷേത്രേ മലിനസ്ഥിരാർത്ഥവിഭവാൻ ഭോക്താജാതപുമാൻ ഒക്കെയാണ് കാണുന്നത്. സൂക്ഷിക്കണത് രക്ഷാസ്ഥാനത്ത്. ചുവന്ന നമ്മൾ ഒരു വണ്ടത്തിൽ വഴിപാടിടാൻ വന്നാട്ടാ. എന്ത് അല്ലാന്നേ തൊഴാൻ വന്നാ മനസ്സിലായോ? അപ്പൊ അത് ശ്രദ്ധിക്കണം. അതൊക്കെ ഉണ്ട്, ചെറിയ രീതിയിലുണ്ട്. ചെറിയ രീതിയിലല്ല, അത് കുറേ നമ്മൾ നിയന്ത്രിക്കാൻ ഇതേമാതിരി ഒരു സ്ഥലത്ത് കുന്നിൻ്റെ മുകളിൽ ആനയ്ക്കൽ അമ്പലം എന്നാ പറയുക, ഒരു ശരിയല്ലേ അത് ആനയ്ക്കൽ? അവിടെ ഇതേമാതിരി രാത്രി ഈ പ്രത്യേക ചില സമയത്താണല്ലോ ഇത് കൂടുക. അങ്ങനെ ഇവർ തീയും കാറ്റൊക്കെ കൊണ്ടുപോയി അവിടുന്ന് പാകം ചെയ്ത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു താടിക്കാരൻ വന്നു. താടിക്കാരൻ വന്നിട്ട് അധികം പോയി. എന്താ കുട്ടികളെ ഇവിടെ ചെയ്യുന്നു വെച്ചു. ഞങ്ങളിവിടെ അങ്ങനെ എൻജോയ് ചെയ്യാനാണ്, ഇവിടെ ഒന്നും അല്ലാതെ എൻജോയ് ചെയ്യാൻ ഞങ്ങൾ പോയിക്കോളൂ കേട്ടോ. പിറ്റേ ദിവസം ഇവർ അതേമാതിരി ചെന്നു. അപ്പോൾ അതേമാതിരി താടിക്കാരൻ വന്നു. പിന്നെ ഇവർക്ക് ആർക്കും ഒന്നും ഓർമ്മയില്ലെന്നാ. ഒക്കെ ഒന്നിച്ചില്ലാനും ദിവസം അവിടെ ഓർമ്മയില്ലാതെ കിടക്കുക. പിന്നെ ഇവർ കാണാതായി പോയി അന്വേഷിച്ചപ്പോഴാണ് അവരൊക്കെ പറയണത് ഒരാൾ വന്ന് ഞങ്ങളതൊക്കെ തട്ടിമറിച്ച് ഞങ്ങളൊക്കെ അടിച്ച് ഇങ്ങോട്ടൊക്കെ ആക്കി ഇട്ടു. പിന്നെ ഒന്നും ബോധമില്ല. സംഗതി ചിലപ്പോൾ അത് അധികമായിട്ടാവും. എന്താണെങ്കിൽ പോലും പിന്നെ ആരും അതിൻ്റെ മുകളിൽ കയറില്ല. ആ കല്ലിൻ്റെ മുകളിൽ പുഴ കഴിഞ്ഞ് അമ്പലം കഴിഞ്ഞ് വലിയ വലിയ കല്ലുകളാണ് അവിടെ ക്ഷേത്രത്തിൻ്റെ. അതിൻ്റെ മുകളിൽ കയറിയിട്ടാണ് എന്തുണ്ടായി ആഘോഷം ഉണ്ടായത്. അപ്പോൾ ഇവിടെയും ക്ഷേത്രം കുറച്ച് നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ ആൾക്കാരാണെങ്കിൽ പോലും ഇപ്പോൾ വിവാഹാദി കാര്യങ്ങൾക്ക് ഫോട്ടോഷൂട്ടിങ് നമുക്ക് സമ്മതം മേടിക്കാൻ പറയണം. ഇത്ര മണി മുതൽ ഇത്ര മണി വരെ നിങ്ങൾക്ക് എടുക്കാം, അത് കഴിഞ്ഞാൽ പാടില്ല, ആ സമയത്ത് പാടില്ല. പ്രീ ഷൂട്ടുണ്ട് ഇപ്പോഴേ. സേവ് ദ ഡേറ്റ്. അതാ ഒരു പരിപാടി നമ്മുടെ പറ്റില്ല അർത്ഥം കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതായത് സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചാൽ വിഷയം കഴിഞ്ഞു. അതിനാണ് ഇപ്പം നിങ്ങൾ കുറച്ച് പ്രബലന്മാരായ ആൾക്കാർ അതിൻ്റെ മുന്നിൽ നടക്കണമെന്ന് പറയണതിൻ്റെ ഉദ്ദേശം. അപ്പം ഇത് മുന്നിൽ നടക്കണവരുടെ പിന്നെ അങ്ങനെ ഇപ്പം എന്താ ചെയ്യുക? പഞ്ചമഹാസൂത്രങ്ങളുടെ സ്ഥിതിപ്പതാണ്. പിന്നെ നമ്മൾ ഈ പ്രശ്നം കഴിഞ്ഞാലേ ഒരു ശുദ്ധി, ചെറുതായിട്ട് ശുദ്ധി, ഒരു മൃത്യുഞ്ജയമൊക്കെ വേണം. എന്നിട്ട് ഒരു വർഷത്തിനോ 1.5 വർഷത്തിനോ ഉള്ള അടുത്ത ഉത്തരായനത്തിലോ കലശം നടത്താമെന്ന് പ്രാർത്ഥിച്ചു വെക്കാം. അത് നിർബന്ധമായിട്ടും അധികം താമസിക്കാതെ വേണം. തിരക്ക് വരുന്നില്ല. ക്ഷേത്രങ്ങൾ പണിയേണ്ട വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യണം. ക്ഷേത്രം പണി എന്നുള്ള കാര്യം ഇവിടെ മുണ്ടരുത്. ഞങ്ങളൊരു 1.5 കൊല്ലം എന്നുള്ള ടാർഗറ്റ് ഇട്ടിട്ടാണ് ഇത് നവീകരണ കലശം മാത്രം പറഞ്ഞാൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ. പിന്നെ അതിന്റെ ഭാഗമായിട്ട് നിങ്ങളും തന്ത്രി കൂടി ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യും. ക്രിസ്പുടം വായിക്കും. വൃശ്ചികല്ലേ? ബുദ്ധമാസ ദിനേഹി പ്രാന്നല്ലേ? കർക്കിവൃശ്ചികമീനാനം സ്ഫുടം ജരമാംശകം മൃത്യുപ്രദം ഭവേൽ മൂനോബ്ദമാസ. അങ്ങനെ വന്നല്ലോ, അതുണ്ടായിരുന്നു. അങ്ങനെ വന്ന എന്താണ് ഇനിയും ആപത്തുകളുണ്ടെന്ന് സൂചിപ്പിക്കുക. സമീപത്തിൽ ഒരു മരണം ഉണ്ടായില്ലപ്പോൾ. അങ്ങനെ മരണം വന്നു കഴിഞ്ഞാൽ ഇനിയും മരണദോഷങ്ങളുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. നമുക്കതാണ് മൃത്യുഞ്ജോമം ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. പിന്നെ അതിൽ നിൽക്കുന്ന ഗ്രഹം എന്താണ്? അർക്കാദിഭിയുക്തേ പിത്രാദീനാം അശോഭനം. എന്ത് നക്ഷത്ര നിൽക്കണം? അനിഴ നക്ഷത്രക്കാരുണ്ടോ കമ്മിറ്റിയിലുണ്ടെങ്കിൽ? പോയി അനിഴ ഉത്രട്ടാധികാരുണ്ടെങ്കിൽ അവർക്ക് ദോഷകാലമാണ്, സൂക്ഷിക്കണം. പൂയം അനിഴ ഉത്രട്ടാധി. ചോദിച്ചോക്കൂ, പൂയനയുടെ ഉത്രട്ടാധി ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. പിന്നെ ചതുസ്ഫുടം രേവതി ആയിട്ടില്ല. അതിന് 44. അതിന് പുരട്ടാതികൾക്ക് 45 ഉത്രട്ടാധി. പൂയനയുടെ ഉത്രട്ടാധി വീണ്ടും പറയണം, ശ്രദ്ധിക്കണോ? ദേവാലയേ ദേവകലസ്യ ദോഷാൽ. അപ്പൊ ഇതിന്റെ മുമ്പ് വന്ന ദേവലകന്മാര് പൂജക്കാരെ കുറച്ച് കോന്നിവാസൊക്കെ കാണിച്ച ആൾക്കാരുണ്ട്. ഇവിടെ ലഹള കൂടി പോയി വരും. ഇവിടെ നിങ്ങളെയൊക്കെ തന്ത്രിയും ശമ്മറ്റിക്കാരൊക്കെ പഠിപ്പിക്കാൻ നിന്ന ശാന്തിക്കാരൊക്കെ ഉണ്ട്. മന്ത്രവാദം ചെയ്തവരുണ്ട്. ഒഴിഞ്ഞു കളയ. അതന്നെ, അതൊക്കെ ചെയ്തിട്ടേ അന്യമന്ത്രയജനാണ്. ഉപയോഗിക്കാൻ പറ്റാത്ത മന്ത്രങ്ങൾ. ഇവിടെ കുറച്ച് പൂജ, അവിടെ പോയിട്ട് പൂജ. എന്തായാലും അതൊക്കെ ചെയ്ത് ദേവന്റെ അഹിതം ബാധിച്ചിട്ടുണ്ടെന്നാണ് പറയേണ്ടത് കേട്ടോ.
അത് ആ ചൂർണാദി വാര്യാഹിതം എന്നുള്ളത് എന്താ അത്? അതൊക്കെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്, ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ കർത്താവ് അവരിങ്ങനെ പ്രേതങ്ങൾ വരില്ലേ, അവരൊക്കെ നമ്മൾ ഇവിടെ തടയിട്ട് നിർത്താൻ പോവുക, ഒന്ന് പേടിക്കണ്ട. അതാണ് ഒരു വർഷത്തിലെഴുതിയില്ലേ ഹോമം ചെയ്യാൻ പറഞ്ഞു. പിന്നെ സപ്താഹവും ആ വെള്ളത്തിൽ വീണ് മരിച്ചൊക്കെ ഇന്നലെ പറഞ്ഞല്ലോ അല്ലേ, വീരത്തുനിന്ന് വീണ് മരിച്ചത് അതൊക്കെ പറഞ്ഞില്ല. പിന്നെ ഈ നാൽക്കാലികള് കുത്തിച്ചാവുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു, മൃഗങ്ങൾ കുത്തിച്ചാവുക, ആന കുത്തുകയോ കാള കുത്തുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ ഓർമ്മയിലില്ല. ആ പൊട്ട തീപ്പള്ളി മരണം ഉണ്ടായില്ല, അഗ്നിഭയം ഒന്നും ഉണ്ടായിരുന്നു. അല്ല വെടിവെട്ടിണ്ടല്ലോ, മിന്നലും ഉണ്ട് അല്ലേ. അവര് ഇലക്ട്രിക് ഡിറ്റനേറ്ററാണ്, അത് അങ്ങനെ സ്വിച്ച് ഇട്ടാലേ അത് പൊട്ടുള്ളൂ. ഇതിപ്പോ ലൈറ്റിങ്ങില് സ്പാർക്കിംഗ് വന്നു. അത് ദൈവത്തിന്റെ തന്നെയാണല്ലോ, ദൈവം നേരിട്ട് ഇറങ്ങല്ലേ. ആ പേരറിയാം, ആ സ്ത്രീയുടെ പേരറിയാം, അഗ്നിമൂർത്തി സ്ത്രീ. എന്തെങ്കിലും ഒരു സ്ത്രീ അഗ്നിമൂർത്തി എന്ന് എഴുതാം, പേര് നമ്മൾ നോക്കേണ്ട അമ്പലല്ലേ. സൂത്രസ്പുടജം ക്രിസ്തസ്ഫുടജം ചതുസ്ഫുടഫലം 11-14 അന്ന് പുരട്ടാമക്കാർക്ക് 45 45 90 44 16 18 90 18 108. ഈ പഞ്ചസ്ഫുടം എന്ന് പറഞ്ഞാലേ ഉത്രട്ടാതിയിലെത്തില്ല, മീനത്തിൽ വരിക. പഞ്ചസ്ഫുടാനാം ഒരുമിച്ച് കണ്ടാൽ മീനാംശകം രേവതി താരകാനാം വന്നീടും അപ്പോൾ പരൽ തീർത്തു കെട്ടും മുമ്പേ ഗമിക്കും രവരാജധാനി എന്നാണ്. അതായത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആളുകളിൽ ഈ ഒഴിവ് നോക്കി ചാർത്ത് തരുന്നതിൻ്റെ മുമ്പേ ഒരാൾ മരിക്കുന്നൊക്കെയാണ്. അതിപ്പോൾ ഉത്രട്ടാതിയിൽ ഇങ്ങനെ നിൽക്കുക, പക്ഷെ ഒരാളുടെ വീട്ടിൽ മരിച്ചല്ലോ, എനിക്ക് പങ്കെടുക്കാൻ പറ്റാതെ. പരൽ തീർത്തു കെട്ടും, പരൽ തന്നെ കവടിയാണ്, കവടി കെട്ടുന്നതിൻ്റെ മുമ്പ് മരിക്കണം എന്നാണ് അതിൻ്റെ ലക്ഷ്യം കേട്ടോ. ഇപ്പോൾ ഗൃഹപ്രശ്നമാണ്, ഇപ്പോൾ അവരെ വീട്ടിലെ പ്രശ്നം നമ്മൾ പ്രശ്നം നിർത്തിയേക്കില്ലോ, പ്രശ്നം നിർത്തിയേക്കേണ്ടി വരും. അപ്പോൾ അതിപ്പോൾ ഏതായാലും ക്ഷേത്രം ആയതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ കണക്കാക്കേണ്ട ആവശ്യമില്ല. ഏതായാലും കഴിഞ്ഞാൽ മൃത്യുഞ്ജോമം നിർബന്ധമാണ്, നല്ല വലിയ മൃത്യുഞ്ജോമം ആയിക്കോട്ടെ നന്നായിട്ട് കേട്ടോ. എല്ലാവരും നാട്ടുകാരെ മുഴുവൻ പങ്കെടുപ്പിക്കുക കേട്ടോ. പിന്നെ അവരോട് അവിടുത്തെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറയുക, നരസിംഹ ക്ഷേത്രത്തിലെ കാര്യം അവർ നോക്കട്ടെ കേട്ടോ. പിന്നെ നമ്മുടെ മറ്റേ എന്താ കുറുപ്പംപാറ നാട്ടുകാർ നോക്കട്ടെ. കുറുമ്പം എന്താ കുറുമ്പംപാറ ശരിക്കും കുറുമ്പനാണതേ, കുറുമ്പനും കുറുമ്പി ഉണ്ടാവേ. പിന്നെ സ്ഫുടാഷ്ടമഞ്ജലഫലം, പിന്നെ ചതുസ്ഫുടം പ്രാണദേഹമൂർത്തികൾ എങ്ങനെ പറയും സൂത്രം. പ്രാണൻ 11-2-39 11-2-39 ഇത് 58. അതിന്റെ മറ്റത് ഇതെന്താ നിർത്തി പറയേ 29-55 അല്ലേ. അപ്പോൾ അങ്ങനെ മൃത്യു തന്നെയാണോ മൃത്യു. അപ്പോൾ മൃത്യു പ്രാണശ്ച ദേഹശ്ച ക്രമവൃദ്ധാ ശുഭപ്രദ എന്നല്ലേ. മൃത്യു അധികം വന്നാൽ മൃത്യുശ്ചേതധികോ മൃതി. ഞാൻ പിന്നെയും പറയാം, അപ്പോൾ മൃത്യുഞ്ജയമാണ് നിർബന്ധമായി അല്ലേ. ഈ ദേവനെ തൊട്ട് വിളിച്ചാൽ അപകടം മരണം സംഭവിക്കുന്നതാണ് അതിൻ്റെ ഒരു ഓവറോളായി അർത്ഥം. സ്ഥലം കൈവശാക്കിയ ആൾക്കാരോടൊക്കെ പറയട്ടോ, നമ്മുടെ അമ്പലത്തിലെ കലശം കഴിഞ്ഞാൽ നമുക്ക് ദോഷങ്ങൾ വരും. ഇതിനോട് ബന്ധപ്പെട്ട ഇതിലേക്ക് ആവശ്യമായ ഭൂമിയൊക്കെ അവരോട് സ്വമേധയാ വിട്ടുതരാം. ഭൂമി എടുത്തൊരാള് മരിച്ചു പോയിട്ടുണ്ട്. എൻ്റെ പേരുള്ള പേര് ഞാൻ രഹസ്യമായിട്ട് പറയാം, അങ്ങനെ പറയാൻ പറ്റില്ല. പറഞ്ഞുകൊടുത്താൽ മതി. ഭൂസംബന്ധമായ രീതിയിലുള്ള മരണം എഴുതിയാൽ മതി. മുഴുവൻ സർക്കാർ ഭൂമി സൂക്ഷ്മം എന്താ സൂക്ഷ്മം 2-8-33 അവിടെ ആരും ഇല്ലല്ലോ. അത് അജിത് കുമാറിനെ വിട്ടു, ജോത്സ്യനെ വിട്ടു, തന്ത്രിയെ വിട്ടു, എല്ലാവരും ഒഴിവാക്കി. പ്രശ്നം വെച്ച കുട്ടിയെ വിട്ടു. പ്രശ്നം വെച്ച കുട്ടിക്ക് വരാം, ദൂതന് വരാം, തന്ത്രിക്ക് വരാം, ജോത്സ്യന് വരാം, അവർക്കൊക്കെ ദോഷം വരാം. ആരും ഒരു ശല്യമില്ല. നല്ല വിളിച്ചോളും. അദ്ദേഹത്തിന് വലിയ വലിയ സ്ഥാനമാനങ്ങളൊക്കെ കിട്ടുന്ന നിങ്ങൾ പറഞ്ഞ് പെരുപ്പിച്ചിട്ടുണ്ട്.
വെറും പഞ്ചായത്ത് പ്രസിഡന്റൊന്നും ആയ പോരാ. പിന്നെ അങ്ങനൊക്കെ പോണേ. 8-3-1 പിന്നെ ആ പ്രശ്നം വെച്ചായി സ്വർണം വെച്ച കുട്ടിക്ക് നല്ല ഭാവിയുണ്ട് കേട്ടോ. നല്ല ഇടുക്കിയാണ് കേട്ടോ. കലാപരമായ കഴിവുകളൊക്കെ ഉണ്ടാവും. പാട്ട് നൃത്തം വെക്കുക ഇതൊക്കെ ഉണ്ടാവും. കരാട്ടെ കുമുക്കൊക്കെ ആവാം. നല്ല വലിയ പദവിയിൽ ഇരിക്കും ചെയ്യും. 8-3-1 അല്ലേ? അർക്കാര ജീവോത്സുപ്ര മന്ദചന്ദ്ര ഹയ രാഹു അല്ലേ പറഞ്ഞു. വീണ്ടും രാഹു. ഇതിൻ്റെ അടുത്ത് കണ്ണില്ലാത്തവരൊന്നും ഇല്ല. കണ്ണിന് കുഴപ്പമുള്ളവരൊന്നും ഇല്ല. അതിൽ സർപ്പപൂജ സർപ്പയും പായസവും ചെയ്യുക. സർപ്പപ്രീതി വരുത്തുക. മറ്റേത് അർക്കാര ജീവ സ്ഥാനനാശം മഹദ്ഭയം അതൊക്കെ പറഞ്ഞല്ലോ. ഒന്നും വേണ്ട. ഇവിടെ ഇപ്പൊ അർക്കാര ജീവ ഗുരുദൈവത വിപ്രാണ പ്രസാദ ശുഭാഗമം ദുകൂല ഹേമദന്ത്യശ്വ അതാണ്. അപ്പോൾ ഗുരുദൈവത വിപ്രാണം ഗുരുക്കന്മാര് ദേവതമാര് അവരൊക്കെ പിന്നെ നമ്മൾ പിന്നെ ഈ സാന്യാസി ശാപം തിരുമേനി ഇന്നലെ ഇവിടെ ഈ അജപാ സമ്പ്രദായത്തിലുള്ള ഒരു സ്വാമിജി വന്ന് താമസിച്ചിരുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ അനന്തരാവകാശികളെ വന്നൊരു തനി സന്യാസിമാരാണ്, പെരട്ട സന്യാസിമാരാണ്. അവര് എല്ലാ ദുഷ്പ്രവർത്തികളും ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞ ഭൂതകളെയും വ്യഭിചാരമൊക്കെ. അപ്പോൾ അദ്ദേഹത്തിനെ ഇവിടുന്ന് ഓടിച്ചു. ആദ്യം വന്ന അജപാ സമ്പ്രദായത്തിലുള്ള ആ സ്വാമിജിയെ ഓടിച്ചു. അപ്പം അതിൻ്റെ ഒരു ശാപമുണ്ട്. എനിക്ക് നമ്മൾ എന്താ ചെയ്യുക? എന്താ വേണ്ട? ഇവിടെ വെച്ച് യോഗീശ്വര പൂജ ചെയ്യൽ ആണോ, അതോ അവർ സ്വാമിജിയെ പോയി അവിടെ നമസ്കരിക്കണോ? ബ്രഹ്മസമ്മേളനത്തിൽ പോയിട്ടേ ഒരു വെച്ച് നമസ്കാരം നടത്തുക. ആരെങ്കിലും 3-4 ആൾക്കാർ പോയിട്ട് കേട്ടോ. ആദ്യം പുറത്ത് പോകില്ല, അവർ വെച്ച് നമസ്കാരമായിട്ട് ചെയ്യുക കേട്ടോ. അത് 1 കൊല്ലം കൊണ്ട് 2-3 കൊല്ലം ആയിക്കോട്ടെ. എന്താ കാരണം അറിയോ? ഗൗരവം ഉണ്ടായിരുന്നു. അനാദികാലത്ത് ഇങ്ങനത്തെ സ്വാമിമാരുണ്ടായിട്ടുണ്ടെന്നും ചികിത്സകന്മാരായ ചാർവാക സമ്പ്രദായത്തിലുള്ളവരും ഇല്ലേ, നമ്മൾ പറഞ്ഞില്ലേ നിരീശ്വരവാദം എന്ന് അതിന് പറയും, മുഴുവൻ പറയാൻ വയ്യ കേട്ടോ. അതേപോലെ തന്നെ ചരക സമ്പ്രദായത്തിലുള്ളവരും ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ട്. നിർഗുണമായിട്ടുള്ള വിഷയത്തിന് അതാണല്ലോ ചാർവാക സമ്പ്രദായതാണല്ലോ. യാവത് ജീവേൽ സുഖം ജീവേൽ ഋണം മൃത്വാകൃതം ഭവേൽ ഭസ്മീഭൂതസ്യ ദേഹസ്യ പുനരാഗമനം കൂതാന്ന് പറഞ്ഞവരാണ് ചാർവാക ദർശനം. യുക്തിയാണ് അവർക്ക് മുഴുവൻ. മറ്റൊരു ചരകന്മാരങ്ങനെയല്ല, മരുന്ന് ഉണ്ടാക്കിയാണ്, ഔഷധങ്ങൾ ഉണ്ടാക്കി, അതായത് ലോഹഭസ്മങ്ങൾ, അഭ്രഭസ്മങ്ങൾ, രസമണികളൊക്കെ ഉണ്ടാക്കി പിന്നെ ഈ അഗസ്ത്യ മഹർഷിയെ ഗുരുവായി സങ്കല്പിച്ച് ദേശാടനം ചെയ്യുന്നവരാണ്. അപ്പോൾ ആ പരമ്പരയിലുള്ള ആൾക്കാരും ഇവിടെ കുട്ടഞ്ചേരി മൂസെന്നും നെല്ലുവായ ധന്വന്തരി എന്നൊക്കെ പറയുന്ന സങ്കേതങ്ങളിൽ വന്ന് ഔഷധങ്ങളെ കൊണ്ടുപോയവരുമായ സന്യാസിമാരുടെ ബന്ധം നടന്നു. വൈദ്യബന്ധം ഉണ്ടല്ലോ. ഇവിടെ കുട്ടഞ്ചേരി മൂസം ഇവിടെ അടുത്താണല്ലോ, ധന്വന്തരമൂർത്തി അടുത്താണല്ലോ. അപ്പോൾ അപൂർവതകളിൽ അപൂർവമായ ചില സാധനങ്ങളെ വൈദ്യോപദേശപ്രകാരം സമാഹരിക്കാൻ വേണ്ടി ഈ സങ്കേതം ഒരു കാലത്ത് ഉപയോഗിച്ചിരിക്കണം. അപ്പോൾ പുന്നശ്ശേരി തമ്പിയുടെ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിക്ക് അപസ്മാരബാധ വന്നപ്പോൾ വൈദ്യശാസ്ത്രവും ജ്യോതിശാസ്ത്രവും പഞ്ചായപ്പെട്ട സമയത്ത് അദ്ദേഹം തദ്ദേശീയനായ ഒരു എഴുത്തച്ഛനോട് ചോദിക്കാത്ത, നിങ്ങളുടെ സമ്പ്രദായത്തിൽ ഈ രോഗത്തിന് എന്തെങ്കിലും? അപ്പോൾ അവിടെ ശിഷ്യനായിരുന്ന ചെമ്പ്രരാമൻ എഴുത്തച്ഛൻ പറയണത് അദ്ദേഹത്തിൻ്റെ ഒരു മുത്തശ്ശൻ ഈ കാര്യങ്ങളിൽ അദ്വിതീയനാണ്, അതായത് ഈ അപസ്മാര ചികിത്സയിൽ അദ്വിതീയനാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്ന് അവരുടേതായ സമ്പ്രദായത്തിൽ ഈ ബലി മുതലായ കർമ്മങ്ങൾ ചെയ്തു. ബലി മുതലായ ഈ ഗന്ധർവ്വീടയ്ക്കൊക്കെയുള്ള ബലികൾ അത് ചെയ്തപ്പോൾ രോഗം മാറിയിരുന്നു. അപ്പോൾ പണ്ഡിതരാജനായ പുന്നശ്ശേരി തമ്പി പോലും എന്തായിരുന്നു, ആ ഇൻഡിജീനിയസ് അഥവാ യാഥാസ്ഥിതിക പാരമ്പര്യമുള്ള വൈദ്യശാസ്ത്രത്തെ ബഹുമാനിച്ചിരുന്നു. അപ്പോൾ ഒരുപക്ഷെ ഈ കുട്ടഞ്ചേരി മൂസോ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന പാരമ്പര്യ അഷ്ടവൈദ്യന്മാരോ ഈ സിദ്ധവൈദ്യത്തിൻ്റെ പിന്നെ പ്രവർത്തനത്തിന് വേണ്ടി ഇവരെ ഒരുപക്ഷെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിരിക്കാം. ഏത് മനസ്സിലാക്കാനും പഠിക്കാനും ആവാലോ. അങ്ങനെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ സിദ്ധവൈദ്യം ഇപ്പോഴും ഉണ്ടേ. ഇപ്പോൾ കോട്ടക്കര ആദിശാലയിൽ വിൽക്കുന്ന ധാന്യന്തരം കുപ്പിയുടെ കവങ്ങിയപ്പുറത്തൊരു കുപ്പിയുണ്ട്. എൻ്റെ പേര് എന്തറിയോ? മുറിവെണ്ണാന്നാ. ഈ മുറിവെണ്ണ സിദ്ധവൈദ്യം. മുറിവെണ്ണ സിദ്ധയെന്ന് വന്നതാണ്. അല്ല, ആയുർവേദ ഡോക്ടർമാരല്ല, അലോപ്പതി ഡോക്ടർമാർ മലയാളത്തിൽ ഇംഗ്ലീഷിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. എന്ത് MURIENNA എഴുതി കൊടുത്തിട്ടുണ്ട്, തേക്കാൻ പറയുന്നുണ്ട്. കുഞ്ഞല്ല അവിടെ കൊണ്ടുവന്നു.
മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ളതായ സിദ്ധചാരണന്മാരായ ആളുകളുടെ സമ്പർക്കം ഇവിടെ ഉണ്ടാവുകയും അവരിൽപ്പെട്ട അതിൽ ഏറ്റവും പ്രാമാണികനായിരിക്കാം അല്ലെങ്കിൽ സമകാലികനായിരിക്കാം ഈ അജബ സമ്പ്രദായത്തിലുള്ള യോഗിവൈദ്യൻ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയാണ് ഇവിടെ ശാപം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ശാപത്തിനെ നമുക്ക് ഇതിലൂടെ ഓരോ 1, 2, 3 കൊല്ലങ്ങളെ കൊണ്ട് നമുക്കത് ശരിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ വിഷയമായല്ലോ. ഗുരുദേവത വിപ്രാണ സാധച്ച് ശുഭാഗമം ദുകൂല ഹേമ ദന്ത്യശ്വ അല്ലേ? ദുകൂലം പട്ട് ചേർത്താ പറഞ്ഞില്ലേ? ഒരു വെട്ട് പറ്റില്ല ഇവിടെ. ഭഗവതിക്ക് വെട്ട് ചാർത്തുമ്പോൾ ശിവന് വെട്ട് ചാർത്തണം. ഹേമം താലി ചാർത്തുമ്പോൾ ചന്ദ്രക്കല ചാർത്തണം. ദന്തി എന്ന് പറഞ്ഞാൽ ആനയാണ്, എഴുന്നള്ളിക്കാന്ന് അതിനർത്ഥം. ഇവിടെ ഇപ്പം ആനയ്ക്ക് പകരമുള്ളതൊക്കെ ഉണ്ടല്ലോ അല്ലേ? അല്ലേ? എഴുന്നള്ളിച്ച് ഞങ്ങള് 1-ാം പ്രതിഷ്ഠാദിനത്തിന് അയ്യപ്പൻകാവന്ന് എഴുന്നള്ളിച്ച് കൊടുന്നോട് പൂരൊക്കെ നടത്തി. പിന്നെ അത് കണ്ടിന്യൂ ചെയ്തില്ല. അതിൻ്റെ അർത്ഥം എന്താ? അതൊന്നും വേണ്ടാന്നാണ്. അവര് സ്വൈരായിട്ട് വീടാ എവിടെ അവരവിടെ സുഖമായിട്ട് കളിച്ചിരുന്നോട്ടെ. നിങ്ങൾ വെറുതെ ആനയും പഞ്ചവാരിയൊന്നും ഉണ്ടാക്കിയിട്ട് കുടിവാലാക്കണ്ട. പുറത്തുനിന്ന് വരുന്നവർക്ക് എന്താ വെച്ചാൽ ചെയ്തോട്ടെ. ഇവിടെ സാത്വികമായ ഈശ്വരാരാധന, വേദജപം, അത് മതി. ഒരു ശിവേലിയൊക്കെ ഒരു കാഴ്ച ശിവേലിയൊക്കെ നടത്തണമെങ്കിൽ പുറത്തേക്ക് എഴുന്നള്ളിച്ചാൽ ആകെ അലമ്പാവില്ല. ഇവിടെ എന്താ ചെയ്യുക? ഒന്ന് വഴി മാറി വെക്കാൻ കൂടിയും പറ്റില്ല. പ്രദക്ഷിണ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ അതിലേക്കൊന്നും ഇനി വെറുതെ കാശ് നോക്കണം. ചവിട്ടി പെട കിട്ടും. പെട കിട്ടും. വെറുതെ വേണ്ടാത്ത പണിക്കൊന്നും കണ്ട. ഇതൊക്കെ ഗുരുവായൂരാണല്ലോ നമ്മുടെ ആനയ്ക്ക് പ്രാധാന്യമുള്ള സ്ഥലം. ശ്രീകൃഷ്ണസ്വാമിക്ക് ഉള്ളത്. തൃച്ചംബരത്തെ ആനയുടെ കഥ കേട്ടില്ലേ? അത് പറഞ്ഞ ഗുരുമേനി എന്താണ്? ആ ഭാവാണ് അവിടെ കൃഷ്ണേ. ആലോചിച്ചു. അപ്പൊ അവിടെ ആനപ്പൂരം അടിച്ച് നിങ്ങൾ ഇവിടെ ആനപ്പൂരം ചെയ്യരുത്. അതവിടെ മറ്റേ അമ്പലത്തിലായിക്കോട്ടെ. അത് അതോടുകൂടി കഴിക്കണം. അതന്നെ ഇവിടുത്തെ പ്രത്യേകത. ഇതൊക്കെ പറയാനാണ് ദേവൻ ഞങ്ങളെയൊക്കെ വിളിച്ചിരുത്തിയത്. ഒരു തൊട്ടോ അത്രല്ലേ പറ്റിയുള്ളൂ. അല്ല അത്രല്ലേ പറ്റിയുള്ളൂ വിചാരിച്ചാൽ മതി. അതല്ല യോഗം. അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ മാത്രം നമ്മൾ വേണ്ടാത്ത പണി ചെയ്യണ്ട. പയ്യ കൊത്താൻ വരും നേരം വയ്യേ പഞ്ചാക്ഷരങ്ങളെ 5000 ജപിച്ചാലും വയ്യ കുത്താതെ പോകും. പയ്യനറിയോ ഇപ്പൊ പഞ്ചാക്ഷരം ജപിക്കണമെന്ന്? മുമ്പ് ജപിച്ചെന്നൊക്കെ അങ്ങനെ പോകാൻ തോന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അത്തരം ഭൗതികമായ ആർഭാട അല്ല ഇവിടെ വേണ്ടത്. ഇവിടെ സാത്വികമായ ശിവഭജനം, വേദം, ധനാഗമം. സൂര്യൻ എന്താണ്? അഭീഷ്ടാർത്ഥാഗമം കീർത്തി ജയം ഭൂപതിമാനനം സഭാജനപദഗ്രാമ സത്കൃതിം ഗുരുദേരവി. അതാണ് അഭീഷ്ടാർത്ഥാഗമം. ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. ജയം, കുട്ടികൾ ജയിക്കും, വലിയ വലിയ ആൾക്കാർ ജയിക്കും. ഭൂപതിമാനനം, ഭൂപതിയാണ്. രാജകീയമായ ഗുണങ്ങളുണ്ടാവും. സഭാജനപദഗ്രാമ, സഭ എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകൂടുന്നൊക്കെ സഭയാണ്. ജനപദങ്ങൾ, സൽകൃതി, നല്ല കർമ്മങ്ങൾ ചെയ്യാൻ വരും, സാധിക്കും. ഗുരുദേരവി. ഈ ദേവിയെ തന്നെയാണ് അന്നപൂർണേശ്വരിയായിട്ടും ഹേമാംബികയായിട്ടും കനകധാരയായിട്ടും ഓരോ സമുദായത്തിൻ്റെയും പ്രാദേശികമായ രീതിയിൽ ഭുവനേശ്വരിയായിട്ടും ദേവി മഹാത്മ്യൊക്കെ ഇവിടെ സപ്താഹം പോലെ തന്നെയാണ്. ശിവപുരാണം, പിന്നെ അതേപോലെ തന്നെ ഈ ദേവീ ഭാഗവതമൊക്കെ അതാത് കാലഘട്ടങ്ങളിൽ പാരായണം ചെയ്യുക. ഈ ദേവിയുടെ പൂർണ്ണാനന്ദ സ്വാമിയായിട്ട് അല്ല ഇതൊക്കെ നമുക്കിവിടെ ആവേ. പ്രത്യേകിച്ച് മംഗളത്തിന്റെ പിന്നിൽ ദേവിയുടെ അനവധി നാമങ്ങൾ പറയല്ലേ. ഇനിയൊന്നും വേണ്ട, 11 മാത്രം സ്ത്രീകളൊക്കെ സ്ഥിരം ഇല്ലങ്ങളിലൊക്കെ ചൊല്ലുന്നതാണ് നാരായണീ സ്തുതിയൊക്കെ. ഈ കണി കണ്ട പാട്ടൊക്കെ വെക്കുന്ന നേരെ നാരായണീ സ്തുതിയൊക്കെ വെക്കും ഇവിടെ. എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ഭഗവതി എങ്ങനെ ഭജിക്കുക. എന്താണ് അതിൻ്റെ തുടക്കത്തിൽ ഇതാ പറഞ്ഞതേ, എന്ത്? മഹാലക്ഷ്മി, മഹാസരസ്വതി, മഹാകാളി പ്രീത്യർത്ഥേ ജപേ വിനിയോഗ. 3 ആൾ സന്തോഷിക്കും. ആ ശ്ലോകം തന്നെ നമുക്ക് സർവമംഗളമംഗല്യേ ശിവേ, എന്താ, സർവാർത്ഥ സാധികേ ശരണ്യത്രംബകേ അംബികേ നാരായണി നമോസ്തു. കണ്ടുക. അപ്പോൾ എല്ലാ ദേവതകളും ഭഗവതിയുടെ എല്ലാ ഭാവങ്ങളും പ്രീതിയാവും. ഇവിടെ അത്തരം കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കും. നമ്മൾ നേരത്തെ ലളിതാശ്രാമത്തിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? വിശേഷ ദിവസങ്ങളിൽ ലളിതയാവാം അല്ലേ? ഞാൻ അവർക്ക് തോന്നുകയാണ് ലളിത കഴിഞ്ഞിട്ട് കുറച്ച് ദേവീ മഹാത്മ്യാവാം. സമൂഹമായിട്ട് ഒരു ചെലവില്ലാത്ത കാര്യമാണ് ഈ പാരായണങ്ങളൊക്കെ.
ഇപ്പോൾ സപ്താഹത്തിന് വലിയ ആൾക്കാർ വന്നാലേ തോനെ കാശ് കൊണ്ടു. നിങ്ങളുടെ നാട്ടിലെ 2-3 ആൾക്കാർ ഇത് പാരായണം ചെയ്താൽ എന്താ കാശ്? വേണമെങ്കിൽ ചോറടക്കം വിട്ടുന്നു കൊണ്ടുവരും. ചിലവൊന്നുമില്ല കേൾക്കുക. ഇത് ഇവിടെ ഈ വായിക്കണ ആർക്ക് കേൾക്കാനറിയാം? ഭഗവാനെ കേൾക്കാനായിട്ടാ. ഓഡിയൻസിൽ വെച്ചിട്ട് വായന മടക്കിക്കരുത്. ബുദ്ധിമുട്ടിക്കുക, കേൾപ്പിക്കല്ലേ, ബുദ്ധിമുട്ടിക്കല്ല. നിങ്ങളധികം വരും. മാന്മാരുടെ ഒന്നും ഇല്ല കേട്ടാ. ഊണയിച്ച് പോവും. ഇങ്ങനെ തൊട്ടച്ച് അവിടെ ശരിയായില്ല എന്ന് പറയും. ഒറ്റ പൊക്ക പോവും. സത്രം നടത്തുമ്പോൾ പറയും പാലക്കാട്ടുകാർ ഊണയിക്കാൻ മാത്രമേ വരുള്ളൂ, പുറത്തുനിന്നുള്ള ഊണായിട്ട് ശരിയായില്ല. പപ്പട എന്താ പുളിറുമ്പിൻ്റെ മൂട് മാതിരി വന്നില്ല എന്നൊക്കെ പറയും. പപ്പടേ ഒരു പപ്പടം 2 പപ്പടം ഒന്നും പോരാ ഇയാൾക്കേ, രണ്ടത് കഴിച്ചതാവും. അപ്പം അതൊന്നല്ല. പിന്നെ ഇപ്പോൾ ഈ സ്റ്റാർ വാല്യൂ വായനക്കാരനും വേണ്ട കേട്ടോ. നല്ല നിഷ്കാമം നിയതസ്വ ധർമ്മചരണം യൽ കർമ്മയോഗാഭിതം തദ്ദൂരേത്യഫലം ഇത് ഔപനിഷതജ്ഞാനോപലഭ്യം പുന അല്ലേ? മേൽപ്പത്തൂര് പൂന്താനത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞില്ലേ, ആചാര്യസ്വാമികൾ പറഞ്ഞില്ലേ, നഹി നഹി രക്ഷതി ഡുകൃഞ്ഞീകരണേ. ഡുകൃഞ്ഞീകരണം ഒന്നും രക്ഷിക്കില്ല. വേദാന്തം എന്ന് പറഞ്ഞത് കാര്യമില്ല. എന്താണ് അത് ശരിക്കും എന്താ ആചാര്യസ്വാമി കൃത്യമായിട്ട് പറഞ്ഞില്ലേ? ആ ഭജനം കൊണ്ട് മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. നഹി നഹി രക്ഷതി, ആരും നിങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല. ഈ പഞ്ചാക്ഷരം ചൊല്ലി പറഞ്ഞ മതി. അത് നേരെ നമുക്ക് ചൊല്ലിക്കഴിഞ്ഞാലോ എന്ത് ചെയ്യാം? എന്താവും? ഒന്നും ഉണ്ടാവില്ല. യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാതെ എന്തുണ്ടാവും? ധർമ്മചരണം. അതിൻ്റെ അവസാനം ഈ കർമാവസാന സമയേ സ്മരണീയമാകും. യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ, ആരെയും വിഷമിപ്പിക്കാതെ പുരുഷാർത്ഥങ്ങളെല്ലാം നേടി മനുഷ്യന് നല്ല അന്ത്യം ഉണ്ടാവും. അപ്പോൾ ഈ സ്വന്തപ്രത്യേക ശരിക്കൊരു ഫലം പറയണ്ടേ, സ്വന്തപ്രത്യേകത ജീവിതത്തിൻ്റെ അന്ത്യഭാഗം വളരെ മനോഹരമായി ശ്രേഷ്ഠമായി ജീവിക്കാൻ സാധിക്കും. 2-3 കാര്യങ്ങളുണ്ട് മഹാഭാഗ്യങ്ങൾ പറയണം. അനായാസേന വരണം എന്നാ, അത് മഹാഭാഗ്യ. അവ്യാധിഗാത്രം അനുകൂലതരംകളത്രം വേശ്മപ്രശസ്ത വിഭവം വിശദാച വിദ്യ ശ്ലാഘ്യങ്കുലം ചരമകാലഗതി സമർത്ഥ ശംഭോ കടാക്ഷം. അഖിലം എന്നാണ്. എന്താണ് അവ്യാധിഗാത്രം? വലിയ സൂക്കടൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുക. ഇതേമാതിരിയൊക്കെ അനുകൂലതരം കളത്രം. അതിനെപ്പറ്റി ഊണ് കഴിക്കാൻ പറ്റും നിങ്ങൾക്കാർക്കെങ്കിലും? അനുകൂലമായ ഭാര്യയും അനുകൂലമായ ഭർത്താവുമാണ്. എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോഴേ കടന്നു പോകാൻ പറഞ്ഞ ആളാവരുത്. അല്ലെങ്കിൽ തിരിച്ചും അങ്ങനെ എന്നെ പഠിപ്പിക്കാൻ പറ്റാന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ. വേശ്മപ്രശസ്തം. നമ്മളെ കുടുംബത്തിന് വേശ്മ എന്ന് പറഞ്ഞ വീടാണ്. അതിനാ നമുക്ക് നല്ല സ്വസ്ഥതായ വീട്. സമാധാനം കിട്ടാൻ വേണ്ടി വീട്ടിൽ ചെല്ലണം. സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് BARലേക്ക് പോകരുത്. സമാധാനത്തിനാണല്ലോ. അവിടെ ഞങ്ങളുടെ അടുത്തൊരാളുണ്ടായിരുന്നു, എൻ്റെ ഒരു അയാൾ പറയണേ ഭയങ്കര ടെൻഷനായി വേണ്ടിട്ട്. അപ്പോൾ ഒരു ലേശം, പിന്നെ ഭയങ്കര സന്തോഷമായി. അപ്പോൾ സന്തോഷം ഒരു ലേശം കഴിഞ്ഞില്ലേ. വേശ്മപ്രശസ്ത വിഭവം വിശദാച വിദ്യ. നമ്മൾ എന്ത് ചെയ്യുന്നു അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശ്ലാഘ്യം കുലം. നമ്മുടെ കുടുംബത്തിനും നാട്ടിനും വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ചരമകാലഗതി സഹസി. നമ്മൾ കാരണം നമ്മുടെ തറവാട്ടൊക്കെ ചീത്തപ്പേരും വരാൻ പാടില്ല. നമ്മളാണ് ഓരോരുത്തർ വിചാരിച്ചാൽ മതി. ചരമകാലഗതി. ആ സമയത്ത് ആ ഇരുട്ട് മുറിയിൽ അല്ലേ, ശീതീകരിച്ച മുറിയിൽ ഒരു ദിവസം 50,000 റുപ്യ കൊടുത്ത് വീട്ടുകാരെയൊക്കെ പുറത്ത് കാവൽ നിർത്തി ഓരോരുത്തരെ കൊണ്ടും പ്രാർത്ഥിപ്പിക്കരുത് കൊണ്ടുപോകണേന്ന് പ്രാർത്ഥിക്കേ. പിന്നെ ഭൗതിക ശരീരം ആ ഗന്ധമൊക്കെ മാറുന്ന സമയത്തേ എന്തുണ്ട് അദ്ദേഹം പറയാണ്, എന്ത് ഏതൻ മാംസവസാദി വിശേഷം. ഈ ഇരിക്കുന്ന സാധനമൊക്കെ നാറാൻ തുടങ്ങും കുറച്ച് കഴിഞ്ഞാൽ ഇല്ലേ. ഒരു ദിവസം പല്ലുവെച്ച് നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? എത്ര സ്നേഹമുള്ളവരാണെങ്കിലും ഏതൻ മാംസവസാദി വിശേഷം കഴിഞ്ഞു. നമ്മളത്രയും ശ്രേഷ്ഠത കൽപ്പിച്ച നമ്മളെ എല്ലാ അവയവങ്ങൾ പോലും നമ്മൾ വെറുക്കാൻ തുടങ്ങും. ആ അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ ശംഭോ കടാക്ഷം. അതിന് വശാൻ ജപിക്കുന്നത് വേണം, അല്ലെങ്കിൽ നാരായണനാമം ജപിക്കുന്നത് വേണം, അല്ലെങ്കിൽ മന്ത്രം ജപിക്കണം. അപ്പോഴാണ് എന്തുണ്ടാവുക? ഈ പറഞ്ഞ അവിടെ ശംഭോ എന്ന് ഉദ്ദേശിക്കുന്നത് സാക്ഷാൽ ഭഗവാൻ എന്നുള്ള അർത്ഥത്തിലാണ് അല്ലേ. അതാണ് ഈ രീതിയിൽ ഇന്നലെ അന്ന് ചോദിച്ചില്ലേ, ശിവന്റെ സഹസ്രനാമാണോ വിഷ്ണുവിന്റെ സഹസ്രനാമാണോ ശിവപുരാണാണോ ഭാഗവതം? ആ ചോദ്യമൊന്നും പിന്നെ വരുന്നില്ല. അവിടെയാണ് നമ്മുടെ മുദ്രാവാക്യം ഏകം സത്വിപ്ര ബഹുധാവതം. ഇതിനെ എല്ലാവരും നന്നായിട്ട് കാണുക. ഇനി നിങ്ങൾക്ക് ഈ അഷ്ടമംഗല പ്രശ്നത്തെക്കുറിച്ച് ചോദിക്കാനുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഊണ് കഴിഞ്ഞ് ചോദിക്കാം. ഒഴിവ് നോക്കും കേട്ടോ. ഒഴിവ് നോക്കി വെക്കണോ അതോ എന്താ വേണ്ടത്? തിരുമേനി 2-3 ഒഴിവ് അങ്ങനെ നോക്കല്ലേ നല്ലത്. അപ്പം എന്താ ഒരു വിളക്ക് വെച്ചു
ഒറ്റ വിളക്ക്. അതിന് ലക്ഷണമൊന്നും ഇല്ല കേട്ടാ, ലക്ഷണമൊന്നും ഇല്ലേ. ഒരു വിളക്ക്. എന്തെങ്കിലും സംശയമാണെന്ന് ചോദിക്കട്ടെ. ആർക്കും ആൾക്കാരുണ്ടെങ്കിലല്ലേ സംശയം ഉണ്ടാവുള്ളൂ. ചാക്കിയവരോട് പറഞ്ഞത്രേ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ധാരാളം കാണുന്നത് വിശേഷമായിട്ട് ആര് നരഹരി മാതാവ് ഉണ്ടായിരുന്നത്. ഈ നരഹരി മാതാവ് ആരെ കിട്ടുന്നുണ്ടാവും? തൂണും കാലേ. ഇവിടെ എത്ര തൂണുണ്ട്? 3 6 തൂണുണ്ട് അല്ലേ? അവിടെ 4 അപ്പോൾ 10 ആൾ തയ്ച്ചില്ല ഇപ്പോൾ ഇവിടെ. നമുക്ക് കഴിഞ്ഞ അദ്ദേഹത്തിന് പോകാനോ പിന്നെ എഴുതി തരല്ലേ വേണം. ഈ പഴത്തിൻ്റെ കാര്യം മറന്നോട്ടോ, ഇത് ഓർമ്മപ്പെടുത്തത് എൻ്റെ നാടൊന്നും എന്തപ്പോഴാ. എന്തെങ്കിലും സംശയം നിങ്ങളുടെ സംശയങ്ങൾ മുഴുവനും തീർക്കേണ്ടതുണ്ടായിരുന്നു. നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. തിരുമേനിയായിട്ട് അതാത് സന്ദർഭങ്ങൾ ബന്ധപ്പെടുക. നിങ്ങൾക്ക് ചെയ്യാവുന്ന നിങ്ങളുടെ ഒരു ഗ്രൂപ്പിന് നിങ്ങളുടെ കമ്മിറ്റിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നിങ്ങളിതിൽ എഴുതുക. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്ത ജനറേഷനിലേക്ക് കൊടുക്കണം. കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഈ ശ്രീരുദ്രം ഒക്കെ പറഞ്ഞില്ലേ, പാരായണങ്ങളും ജപവും ഇതൊക്കെ ആവാം. മറ്റു വിശേഷ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും കേട്ടോ. അതായത് കലശം കഴിഞ്ഞതിന് ശേഷം അതാത് സന്ദർഭത്തിൽ അതല്ലേ അമ്പലത്തിലുണ്ടാക്കി കാശ് കൊണ്ട് ചെയ്യരുത്. അതൊക്കെ ഭക്തന്മാർ തന്നു ചെയ്യുമ്പോൾ അതിനനുസരിച്ച്. ഇപ്പോൾ തിരുപ്പതിയിലെ ഏത് ബാങ്കിനാ റിസോർട്ട് ഇല്ലാത്ത? തിരുപ്പതി അമ്പലത്തിൻ്റെ അല്ലേ അത് ബാങ്കുകാർ സിൻഡിക്കേറ്റ് ബാങ്കും യൂണിയൻ ബാങ്കും ഒക്കെ അവിടെ റിസോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ അവരുടെ ചിലവാ. അതേമാതിരി ദിനം ചെയ്യണം നമ്മളിവിടെ നാട്ടുകാരെ കാശ് പിരിച്ചുണ്ടാക്കിയിട്ട് എന്ത് വിമാനപ്പുറത്ത് നിൽക്കരുത് കേട്ടാ. അത് നല്ല കാര്യത്തിന് നോക്കാം. അപ്പോൾ ഈ പ്രശ്നം കഴിഞ്ഞാൽ ആദ്യം ഗുരുവായൂരപ്പനാണ് വരുന്നത്. ഗുരുവായൂരപ്പന് പുറമുള്ള പാൽപ്പായസം തുലാൻ രാശി 7 വ്യാഴം. സന്തോഷമായി. ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ട് കേട്ടോ. പിന്നെ ഇനി നമുക്ക് അവിടെ ഒരുങ്ങി വെച്ച പൈസകളുണ്ടല്ലോ, അത് ഏതൊക്കെ അമ്പലച്ച ആ അമ്പലത്തിൻ്റെ പേരെന്ന് പറഞ്ഞെടുക്കാം. അവിടേക്കൊക്കെ ഒരു വർക്കമാല പാനീയ അത് ആ അമ്പലത്തിൻ്റെ പേരൊക്കെ പറഞ്ഞത്. നരസിംഹം പിന്നെ നമ്മുടെ അവിടെ പോയിട്ടൊരു വിളക്ക് വെക്കണം. നമ്മുടെ ഭൃംഗീരടി പറഞ്ഞു ഉപഭൂതം. ഗണപതിക്ക് ഇപ്പോൾ എന്താ അതൊക്കെ ഇത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ആ തൽക്കാലം വഴിപാടായിക്കോട്ടെ. വിഷ്ണു ക്ഷേത്രത്തിലെ ക്രൂരമ്മയുടെ ഒരു സങ്കേതമുണ്ട്. അപ്പോൾ അവിടെ ശ്രീകൃഷ്ണജയന്തി ദിവസം അപ്പം ഇവിടത്തെ വഴിപാട് വെച്ചാണ് കേട്ടോ. പിന്നെ ഗണപതിക്ക് ഇപ്പോൾ തന്ത്രീശ്വരപ്രകാരം വാർഷികമായിട്ട് ഒരു വലിയ അനുഭവമില്ല. അന്നത്തെ ദിവസം ഈ ദേവീപ്രീതിക്കായിട്ട് ഒരു വലിയ മഹാഭഗവത്സവം ശ്രീചക്രത്തിനെ പ്രതിനിധീകരിച്ചിട്ടായതുകൊണ്ട് വെള്ളത്തിന് പകരം പറ്റുകയാണെങ്കിൽ നവയോനി പത്മത്തിലെ ഭഗവത്സവം ആ മന്ത്രാദികളെ അതിന് വിഹിതായ മന്ത്രങ്ങളെ കൊണ്ട് വെച്ചാണെങ്കിൽ കാലപൂജ വേണ്ട സന്ധികാര്യം പോകുന്നില്ല. കാലപൂജ ആക്കാലോ അല്ലല്ല അതൊക്കെ തിരുമേനി പറഞ്ഞത്. ഇത് ഇതിന്റെ പരിഹാരമായിട്ടുള്ളതാണ്. അതൊക്കെ ഇതിൽ എഴുതാം. അതൊക്കെ നാളെ മുതലാണ് പറഞ്ഞത്. ഏടവ ആരൂഢ ശുദ്ധി വന്നു. വേറെ ദേവന്മാരൊന്നും വേണ്ടാന്നപ്പോൾ കണ്ട് കേട്ടോ. ശുക്രന് ഒരുപാട് വർഷത്തിലേക്ക് മഹാഗണപതി ഹോമം കുറിച്ച് മഹാഭൂമിപത്നിയൊക്കെ ചെയ്യുന്നത് ചിത്രം പ്രസാദിച്ചതാക്കുന്നത് കൂടെ മകര 7 വന്നില്ലേ.
ഗണപതിക്ക് അതാ ഇഷ്ടം. ഞങ്ങൾ വെറുതെ പൊടി വെച്ചിട്ട് 2 മണി മലര കിട്ടുക. ഇത് 108 നാളികേരൊക്കെ കിട്ടാൻ പോണ. ആ അതൊക്കെ കഴിഞ്ഞോട്ടെ. ശാന്തിക്കാരനോട് മാക്സിമം തിരുമേനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞ് ചെയ്യിക്കും. ബാക്കി അന്ന് ഗണപതി ഹോമം, അന്നത്തെ ദിവസം ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട രക്ഷസിന് ഒരു പൂജ, പിന്നെ വേട്ടേക്കരനൊരു വെൽപ്പെട്ട് പൂജ. സാധിക്കുകയാണെങ്കിൽ മണ്ഡലക്കാലത്ത് വേട്ടേക്കരനും ഭദ്രകാളിക്കും അനുഷ്ഠാന രീതിയിലുള്ളതായ കളമ്പാട്ടം. പിന്നെ ഒരാവർത്തി കലശത്തിൻ്റെ ഭാഗമായി ഒരാവർത്തി മുറജപം. പിന്നെ വേട്ടേക്കരൻ്റെ ഭഗവതിക്കും ഓരോ കളമ്പാട്ട് നടത്തും. അല്ല, അന്നത്തെ ദിവസം തന്ത്രി പൂജ ദിവസം പത്മട്ട് പൂജ, പിന്നെ മണ്ഡലക്കാലത്ത് 2 കളമ്പാട്ട്, ഒന്ന് വേട്ടേക്കരനും ഒന്ന് ഭഗവതിക്കും. കുറിപ്പായിട്ട് ഇവിടുത്തെ ബന്ധപ്പെട്ട കുറിപ്പായിട്ട് ആരവിടെ ഏതാ കുറിപ്പ്? മണിയണ്ണ ആരാച്ചല ചിങ്ങൻ രാശി 9 വ്യാഴം. അല്ലേ, എന്താ കൊണ്ട് നിങ്ങൾ പറഞ്ഞൊക്കെ കേൾക്കുക. ദേവനെ ഇന്നത് ഇങ്ങോട്ട് പറയുക, അതാണ് കേൾക്കുക. എഴുതിയ ആ പൈതൃക ദുരിതങ്ങൾ എഴുതാം. ഇപ്രകാരമെല്ലാം ചെയ്താൽ കുട്ടരവ് ചിങ്ങൻ രാശി കേട്ടോ. ഇനി വന്നിച്ച് അവസാനിപ്പിച്ചാലും മതി, പിന്നെ എഴുതിയാലും മതി. എന്താണ് സൂര്യൻ 9 അതൊക്കെ തന്ത്രി ഞങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്യും. നമുക്ക് ഈ ദിവസം ഒന്ന് മാറ്റണം. അത് ആ സമയത്തെ എപ്പോഴാണോ ഏത് മുഹൂർത്തത്തിലാണോ നമ്മുടെ ഇപ്പൊ പ്രതിഷ്ഠാദിനം എന്ന് പറയുന്നത് എല്ലാ ഉത്സവങ്ങളുടെയും നടക്കുക. അപ്പൊ 2 കാര്യമാണത്. സാമ്പത്തികം ഉണ്ടാക്കാൻ നമ്മൾ തന്നെ പൂരത്തിന് പിടിക്കാൻ നടക്കണം, ക്ഷേത്രത്തിന് നടക്കണം, ഒക്കെ ഒരേ കമ്മിറ്റിക്കാർ തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ നാളുകളെ പറ്റുള്ളൂ. പതേ ഉത്തരായണത്തിനേ പറ്റുള്ളൂ. പിന്നെ ഈ പറഞ്ഞ ഊണാൽഷങ്ങളെ പറ്റുള്ളൂ. അതിലൂടെ മകൻ കൂട്ടുന്നു മാത്രം. ബാക്കിയൊക്കെ ഈ എല്ലാ അമ്പലത്തിലും പ്രതിഷ്ഠാനം ഉണ്ടാവും. നമുക്കൊരു കാര്യം ചെയ്യാം, മാസം മാറ്റാം. മേടത്തിലേക്കാക്കാം. മേടത്തിൽ പുലർത്തും മോശമൊന്നുമില്ല. എല്ലാ സ്ഥലത്തും പ്രതിഷ്ഠാനം. ആയിക്കോട്ടെ. ഈ പൂരക്കാലാണ് കഴിഞ്ഞാലേ കുറെ ആശ്വാസം കിട്ടും. പൂര കമ്മിറ്റി പ്രസിഡന്റ് ആയിരിക്കണം, അമ്പലത്തിന്റെ ട്രഷററാണ്. ഇനിയിപ്പം എല്ലാ സ്ഥലത്തും ഈ സാന്നിധ്യം നമ്മുടെ ആളുകൾ കുടുംബക്ഷേത്രത്തിന്റെ പ്രസിഡന്റാ. അല്ല, അത് വയസ്സുകാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടായുള്ള ഗുണം എന്താ പറയുക, ആവശ്യമില്ലാത്ത ചിന്ത ഉണ്ടാവില്ല കേട്ടോ. വെറുതെ പൊടി വലിച്ചിരുന്നിട്ട് എന്തിനു ടെൻഷൻ, സന്തോഷമായിരിക്കും. അല്ലല്ല, അത് അല്ലല്ല, എന്താ പറയുക, ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ഭാര്യയ്ക്ക് മക്കൾക്ക് അരി മേടിക്കാനല്ലല്ലോ പിരിക്കണത്. പിന്നെന്താ, മിനിഞ്ഞാന്ന് രാത്രി എന്നോട് ഒരുത്തം വന്നിട്ട് പറയണേ, ഇവിടെ ഒരു നടപ്പര കേട്ടിട്ടുണ്ട്, വേണോട്ട് ചേട്ടൻ അത് ചെയ്യണം. എൻ്റെ സ്വന്തം കാര്യം വെച്ച് ഞാൻ ചെയ്യാം, നാട്ടുകാരുടെ കാര്യമല്ലേ. ഒരു 10 ആളോട് ചോദിക്കുക, അയാൾക്ക് പറ്റിയില്ല. അങ്ങനെ ഒരാളെ പിഴിയലല്ലോ. നമുക്ക് നാട്ടുകാർക്ക് മുഴുവൻ വേണ്ടിയിട്ടാണ് ക്ഷേത്രം, ഒരിക്കലും താങ്കൾക്ക് വേണ്ടിയിട്ടല്ല. താങ്കൾ അതിന് ശ്രമിച്ചു. യത്നേ കൃതേ സിദ്ധ്യതി ഗോത്രദോഷം. അങ്ങ് അവിടെ നടപ്പര കയറ്റാൻ പ്രാർത്ഥിച്ചു, അന്വേഷിച്ചു, നാട്ടുകാർ കാശ് തന്നില്ല, വേണ്ട, അങ്ങേക്ക് അതിനൊരു ദോഷവുമില്ല. നേരെ മറിച്ച് അങ്ങയുടെ കുടുംബ പ്രശ്നം ആണ്, അങ്ങയുടെ കുടുംബക്കാർ ചെയ്യേണ്ട ഒരു വാലകെട്ടലാണ് ഇവിടെ വിചാരിക്കുക. വരരെ ഷാരടി വരാ ജാതി ചോദിക്കല്ല കേട്ടോ. അല്ല, ഇവിടെ ഒരു മാല കെട്ടലാണ് പാരമ്പര്യം വിചാരിക്കുക. അത് കെട്ടാതിരുന്നാൽ സ്വർണത്തിന് മാല കെട്ടിയിട്ട് കാര്യമില്ല. അതാണ് പാരമ്പര്യാൻ കുലേ. ഇപ്പം മാരാർക്ക് എന്ത് ചെയ്യണം, നാഗം പഞ്ചായത്ത് നടക്കുമ്പോൾ ഒരു വലന്തലച്ചണ്ടി ഒരു ശേങ്ങലേ വേണ്ടു. അയാളവിടെ നായപ്പൊട്ടിയിൽ വരുന്നില്ല. പാണി എന്നൊക്കെ ചേർന്ന ചില പരിപാടികളുണ്ട് ഈ കലശ സമയത്ത്, വലിയ പാണിയൊക്കെ ഉണ്ട്. അതൊക്കെ എത്ര സത്യസന്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ അറിയാം. പാണി പഴിച്ചാൽ അറിയാലോ, ഓണിന്നാ അറിയാം. അപ്പം എന്ത് ചെയ്വത് കൊണ്ടുള്ളൂ. ഈ പൊതു ക്ഷേത്രങ്ങളിൽ നമ്മൾ കാണിച്ചു കൊടുക്കുക. ചെയ്തില്ലെങ്കിൽ വെറുതെ ടെൻഷൻ അടിക്കുന്നു വേണ്ട, അതിൻ്റെ പാട്ടിൽ നടന്നോളൂ. നാട്ടുകാരുടെ സ്വന്തം കാര്യം മാത്രമല്ല, കുടുംബത്തിലെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഇപ്പോൾ രാവിലെ എണീറ്റ് ചെയ്യുന്ന കർമ്മങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. മറ്റതിന് ഒരു ടെൻഷൻ അടിക്കണം. അതേ സമയത്ത് നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റും. നടന്നു വരികയാളുണ്ട് ഇടയ്ക്ക്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നടന്നു വരിക, അമ്പലത്തിൽ വരിക, തൊഴുക, നമസ്കരിക്കുക, നാമജപം ചെയ്യുക, ആൾക്കാരെ നല്ല പറഞ്ഞു കൊടുക്കുക, അതൊക്കെ ചെയ്യാം. അല്ല, കാശ് പിരിക്കാൻ നടത്തിട്ട് ടെൻഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല. ഒരാളത് ചെയ്യരുത്. പിന്നെന്താ,
പിന്നെ ചിലർക്ക് ഞാൻ തന്നെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാരണവശാലും ഞാൻ ഒഴിഞ്ഞു കൊടുക്കുന്ന ചില കുട്ടിയുണ്ട്, ചില വയസ്സന്മാർ. ഐ ആം ദി സ്റ്റേറ്റ്, ലൂയി 14. അങ്ങനത്തെ ആൾക്കാരുടെ നമുക്ക് ഒന്നും പറയാനില്ല. ചെയ്യോ ചെയ്യില്ല, ചിന്തിക്കാനായിക്കോ ചെയ്യില്ല. അങ്ങനെ ചില ആൻപറ്റിക്കാരുണ്ട്. ആ ട്രസ്റ്റ് ആണെങ്കിലും ശരി, ചില കുടുംബ ട്രസ്റ്റിലൊക്കെ 90, 89, 90, 93 വയസ്സായ ഒരു ട്രസ്റ്റ് മെമ്പറുടെ പേരിൽ ഞാൻ കഴിഞ്ഞാളാണ്. 37 ഒഴിഞ്ഞു, സ്ത്രീക്കാണോ 37 ഒഴിഞ്ഞു കൊടുക്കില്ല, ഞാൻ 78 കഴിഞ്ഞില്ലേ, ഒന്നും ചെയ്യാനായിക്കില്ല. അങ്ങനെയല്ല, ഓരോരോ നമ്മൾ ഈ കലശമൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ ചിട്ടാളഘട്ടങ്ങൾക്ക് അടുത്തൊരു കമ്മിറ്റിയൊക്കെ ഏൽപ്പിച്ച് അവർ അതിൻ്റെ അടുത്ത കമ്മിറ്റി ഏൽപ്പിച്ച് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ നിയമം. മറ്റേത് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ നന്നായിട്ട് അവർക്ക് ചെയ്യാൻ സാധിക്കും. കഴിഞ്ഞാൽ കുറച്ചുകൂടി എഴുതാനല്ലോ. പിന്നെ ഈ ചാർച്ച ഒന്നും അവിടെ വെച്ചിട്ട് തിരുമ്പി എനിക്കൊരു ദക്ഷിണ കൊടുക്കുക, എന്നാൽ അദ്ദേഹത്തിന് പോവാം, നിർത്തിച്ചോളൂ. പിന്നെ ഞങ്ങൾ തരാം. ഇറങ്ങി കേട്ടോ.